സംവിധാനവും ഒരു പ്രസ്ഥാനവും അത് ചെയ്ത പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ദയനീയമായ ഒരു കാഴ്ചയാണ് ഇന്നലെ ഇവിടെ നടന്നത്. യുപിയിലെ ഉന്നാവോയിൽ നടന്ന അതേ സംഭവമാണ്. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളെ കൊല്ലാൻ പാഞ്ഞെടുത്ത യുപിയിലെ അതേ സംഭവമാണ് ഇവിടെ ഉണ്ടായത്. വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല ചെയ്യപ്പെട്ട കുട്ടിയുടെ അച്ഛനും മുത്തച്ഛനും നേരെയുണ്ടായ ആക്രമണം കരുതിക്കൂട്ടിയാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ആ കുഞ്ഞിന്റെ മരണത്തിന് മറുപടി കണ്ടെത്താൻ നിയമത്തിനു കഴിഞ്ഞിട്ടില്ല. കുടുംബത്തിന് പരിരക്ഷയും നീതിയും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് KPCCയുടെ പ്രതിഷേധം. കറുപ്പണിഞ്ഞ ആയിരക്കണക്കിന് സ്ത്രീകൾ സ്ത്രീജ്വാലയുടെ ഭാഗമായി. കുറ്റവിമുക്തനാക്കപ്പെട്ട അർജുൻ സുന്ദറിന് CPM സംരക്ഷണം ഒരുക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഉന്നാവോയ്ക്ക് സമാനമായ സംഭവ വികാസങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വണ്ടിപ്പെരിയാറിൽ സംഭവിക്കുന്നതെന്ത്? സ്ത്രീജ്വാല ആളിക്കത്തുമോ? ഇരയുടെ കുടുംബം ഇരയാക്കപ്പെടുന്നുവോ? കേരളത്തിന് നാണക്കേടോ? സൂപ്പർ പ്രൈം ടൈം വിശദമായ ചർച്ചയിലേക്ക് കടക്കും. ഇടവേളയ്ക്ക് ശേഷം നമ്മളോടൊപ്പം അതിഥികൾ ചേരും. കോൺഗ്രസിൽ നിന്ന് ശ്രീ ജ്യോതികുമാർ ചമകാലയും CPM-ൽ നിന്ന് ശ്രീ V വസീഫും BJP-യിൽ നിന്ന് ശ്രീ ശങ്കുട്ടിദാസും ചേരും. ഇടവേളയ്ക്ക് ശേഷം സ്വാഗതം വിശദമായ ചർച്ചയിലേക്ക്. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുള്ളൊരു കുഞ്ഞ് കൊല ചെയ്യപ്പെടുന്നു. ആ കുട്ടി ലൈംഗികാതിക്രമത്തിന് ഇരയായിട്ടുണ്ട്. ഈ 2 കാര്യങ്ങളിൽ നിയമത്തിന് ഒരു തരത്തിലുള്ള സംശയങ്ങളുമില്ല. ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ആൾ കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു. അതായത് ആ കുഞ്ഞിന്റെ മരണത്തിന് ഉത്തരം നൽകാൻ നിയമവ്യവസ്ഥയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്നലെ ഉണ്ടായത് നിർഭാഗ്യകരമായ സംഭവമാണ്. അത് ആ കുട്ടിയുടെ കുടുംബം ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ്. പോലീസ് FIR-ൽ എഴുതി ചേർത്തിരിക്കുന്നത് മനഃപൂർവ്വമുള്ള കരുതിക്കൂട്ടിയുള്ള ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണം എന്നാണ്. നമ്മൾ ഉന്നാവിൽ കേട്ടിട്ടുണ്ട് ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിനു നേരെ നടന്ന ദൗർഭാഗ്യകരമായ ആക്രമണം. കേരളത്തിലേക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് ഉന്നാവുമായി താരതമ്യം ചെയ്യാമോ എന്നതൊരു ചോദ്യമാണ്. പ്രതിപക്ഷ നേതാവ് അത് ചെയ്യുന്നുമുണ്ട്. എന്തായാലും അതായത് ആർക്കെതിരെ അതിക്രമം ഉണ്ടായാലും ആരിരയാക്കപ്പെട്ടാലും അതിനെ നമ്മൾ നിശിതമായി വിമർശിച്ചാണ് ഒരു സമൂഹം എന്ന നിലയിൽ മുന്നോട്ട് പോകുന്നത്. അതിനിടെയാണ് ആവർത്തിച്ച് ഒരു കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതിന് കാരണമായി ഈ സമൂഹം തന്നെ മാറുകയും ചെയ്യുന്നു. ആ ഘട്ടത്തിലാണ് നമ്മൾ ഈ വിഷയം വിശദമായ ചർച്ചയ്ക്കെടുക്കുന്നത്. ഇന്ന് കോൺഗ്രസ് അവിടെ വലിയ തോതിലുള്ള പ്രതിഷേധം നടത്തുകയുണ്ടായി. ആയിരക്കണക്കിന് സ്ത്രീകളാണ് കറുത്ത വസ്ത്രമണിഞ്ഞ പ്രതിഷേധത്തിന്റെ ഭാഗമായത്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അവിടെ പങ്കുചേരുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം BJP-യുടെ ഭാഗത്തു നിന്നും അവിടെ പ്രതിഷേധമുണ്ടായിരുന്നു. ശ്രീ V വസീഫ്, വലിയ ആരോപണമാണ് സർക്കാരിനെതിരെ അവിടെ നിന്ന് ഉയരുന്നത്. ആ കേസിന്റെ അന്വേഷണം, അതിൻ്റെ ഭാഗമായി പുറത്തു വന്ന വിധി, ഇതിനൊക്കെ എതിരെ വിമർശനമുണ്ടായിരുന്നു. അതിനിടയിൽ ആ കുഞ്ഞിന്റെ കുടുംബം ആക്രമിക്കപ്പെടുന്നു. അതിലും കുറ്റവിമുക്തനാക്കപ്പെട്ട പ്രതിയെ CPM സംരക്ഷിക്കുന്നു എന്ന ആരോപണമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. എന്താണ് വണ്ടിപ്പെരിയാറിൽ സംഭവിക്കുന്നത്? അതിലൊരു തിരുത്തുകൂടി. അവിടെ മഹിളാ അസോസിയേഷൻ്റെ, അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ നേതൃത്വത്തിലും പ്രതിഷേധ പരിപാടികളും അതുപോലെ തന്നെ DYFIയുടെ നേതൃത്വത്തിലെല്ലാം ഇതിന് അപ്പീൽ പോകണമെന്നും ഈ കേസിൽ സർക്കാർ ഇടപെട്ട് ഇതിനാവശ്യമായ ഒരു സംവിധാനം സ്വീകരിക്കണമെന്നും പ്രതിയിലേക്ക് എത്തണമെന്നും പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകണം എന്ന് ഞങ്ങളും ആവശ്യപ്പെട്ടതാണ്. അവിടെ ഇതിനു മുമ്പേ ഈ പറയുന്ന കോൺഗ്രസ് പ്രതിഷേധത്തിന് മുമ്പേ മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന കേന്ദ്ര നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ട് പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നും ഒരു തർക്കവുമില്ല. നമ്മളെല്ലാവരും കേരളത്തിലെ എല്ലാ ജനവിഭാഗവും വണ്ടിപ്പെരിയാറിൽ പീഡിപ്പിക്കപ്പെട്ട കുഞ്ഞിന് നീതി കിട്ടണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നതാണ്. അതിലൊരു തർക്കവുമില്ല. പിന്നെ പ്രതിപക്ഷ നേതാവ് ഉന്നാവുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യുമ്പോൾ അവിടെ നടന്നത് എന്താ എന്നുള്ളതിനെക്കുറിച്ച് കൂടി ഒരു ബോധ്യപ്പെടൽ ഉണ്ടാകണം. BJPയെ ചെറുതാക്കി കാണിക്കാൻ, BJPയുടെ അക്രമോത്സുകതയെ, BJP നടത്തുന്ന അധികാരത്തിൻ്റെ ദുർവിനിയോഗത്തെയെല്ലാം വളരെ ചെറുതായി കാണിച്ച് അതിനെ വില കുറച്ച് കാണിച്ച് ആ BJP വലിയ പ്രശ്നമുള്ള പാർട്ടിയല്ല, അവരിങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ കുറേ നാളുകളായി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പറയാതിരിക്കുന്നതാവും നല്ലത്. കുൽദീപ് സിംഗ് എന്ന് പറയുന്ന ഒരു MLA ആയിരുന്നു അവിടെ ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത് നേതൃത്വം കൊടുക്കുകയും അവിടെ പെൺകുട്ടിയുടെ പിതാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോയ സമയത്ത് ആക്രമിക്കപ്പെടുകയും അവരെ അറസ്റ്റ് ചെയ്ത് പുറത്തു വന്ന ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛൻ മരണപ്പെടുകയും ചെയ്ത സാഹചര്യം നമുക്കറിയാം.
ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടി കോടതിയിൽ മൊഴി കൊടുക്കാൻ പോകുന്ന സമയത്ത് ആക്രമിക്കപ്പെടുകയും വാഹനത്തിന് ആക്സിഡന്റ് സംഭവിക്കുകയും അതിൽ സാക്ഷികളും ബന്ധുക്കളുമായിട്ടുള്ള 2 പേർ മരണപ്പെടുകയും ചെയ്തത് നമ്മളറിയാം. അതീവ ദുരൂഹമായ സാഹചര്യമാണ് ഉത്തർപ്രദേശിൽ നിന്ന് കേൾക്കുന്ന കാഴ്ചകൾ. അവിടെ ഭരണകൂടം എന്നുള്ളത് പൂർണ്ണമായും ഇരകൾക്കെതിരെയാണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. ഇപ്പോൾ IITകളിൽ നിന്ന് വരുന്ന IITയിൽ നിന്നുള്ള ഗോരഖ്പൂരിൽ നിന്നുള്ള വാർത്തയൊക്കെ നമ്മൾ കേട്ടതാണ്, നമ്മൾ വായിച്ചതാണ്, എല്ലാം നമുക്കറിയാം. ഇന്ത്യയുടെ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ വരുമ്പോൾ ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം എന്ന് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ഡിസംബറിൽ വന്നത് നമ്മുടെ മുമ്പിലുണ്ട്. ക്രൈം അഗൈൻസ്റ്റ് വിമൻ UP ടോപ്പ് ലിസ്റ്റ് ഇൻ സ്റ്റേറ്റ്സ്, ഡൽഹി ഇൻ സിറ്റീസ്. ആ റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്, വേണമെങ്കിൽ ഞാനത് വായിക്കാം. പക്ഷേ കേരളത്തിലെ BJPയുടെ പ്രസിഡന്റ് നരേന്ദ്രമോദി സാക്ഷാൽ പ്രധാനമന്ത്രി വരുന്ന സമയത്ത് പോലും പറയുന്നു കേരളമാണ് ഇങ്ങനെയുള്ള ക്രൈം റെക്കോർഡുകളിലൊക്കെ ഏറ്റവും മുൻപന്തിയിൽ എന്നുള്ളത്. ഒരിക്കലും അങ്ങനെയല്ല, കേരളമേ അല്ല. ഈ ചിൽഡ്രൻസ് ആണെങ്കിൽ കുട്ടികൾ ആക്രമിക്കപ്പെടുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുമ്പോൾ ക്രൈം അഗൈൻസ്റ്റ് ചിൽഡ്രൻ മഹാരാഷ്ട്ര സ്റ്റാൻഡ്സ് ഫസ്റ്റ്. 1,62,449 കേസാണ് കേസ് ഓഫ് ക്രൈംസ് അഗൈൻസ്റ്റ് ചിൽഡ്രൻ. ശ്രീ വി വസീഫ്, അതായത് പാർട്ടി സംരക്ഷണം ഒരുക്കുന്നു കുറ്റവിമുക്തനാക്കപ്പെട്ട ആൾക്ക് എന്ന് കോൺഗ്രസിന്റെ ആരോപണമുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? മാധു, എന്തൊരു അസംബന്ധമാണ് ഈ കോൺഗ്രസ്സുകാർ പറയുന്നത്. എന്താവശ്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൊച്ചു കുഞ്ഞിന് നീതി കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ലേ അപ്പീൽ കൊടുക്കുന്നത്? ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ തയ്യാറല്ലേ? ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ പ്രതി എന്ന് ആക്ഷേപിക്കപ്പെടുന്ന ആളെ പിടിച്ച് ഞങ്ങൾ മറ്റെന്തെങ്കിലും ചെയ്യണോ? ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? കോൺഗ്രസ് പറ. വെറുതെ എന്തിനാ ഈ സമൂഹത്തിനകത്ത് ഈ സംവിധാനത്തെ, സർക്കാർ സംവിധാനത്തെയൊക്കെ വല്ലാത്ത രീതിയിൽ സംശയത്തിന്റെ മുന്നിൽ നിർത്താൻ വേണ്ടി ഈ കോൺഗ്രസ് ശ്രമിക്കുന്നത്? എന്തിനാണ് ഈ കേരളത്തെ UPയുമായി താരതമ്യം ചെയ്യുന്നത്? UPയേക്കാൾ മുകളിലാണ് ഈ കേരളം എന്ന് ഇവരെന്തിനാ പറയുന്നത്? ഇവരെന്തിനാ ശ്രമിക്കുന്നത്? BJPയെ കേരളത്തിലേക്ക് കൊണ്ടുവരാനാണോ? ഈ കേരളം ഇങ്ങനെയുള്ള കേസുകൾക്കൊക്കെ ഏറ്റവും ജാഗ്രതയോടുകൂടി ഇടപെടുന്ന ഒരു സ്ഥലമല്ലേ? ആലുവ കേസ് നമുക്കറിയാലോ. ഈ പ്രതിപക്ഷ നേതാവിന്റെ മുന്നേ ഒരു പ്രതിപക്ഷ നേതാവ് ആയിരുന്ന ആൾ ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്ത് നമുക്കറിയാം ഒരു ചെരുപ്പ് കെട്ടിത്തൂക്കിയ കേസ് ഈ കേരളത്തിലായിരുന്നു. ആ ചെരുപ്പ് കെട്ടിത്തൂക്കി ഈ ചെരുപ്പിന്റെ ഉടമയാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു കേരളത്തിലെ UDF. അതിൽ നിന്ന് മാറി ആ പ്രതിയെ പിടിച്ച് ആ പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന തരത്തിലേക്ക് കേരളത്തിൽ വന്നു. ഇവിടെ ഈ പോക്സോ കോടതികൾ 23 നിന്ന് 70 മാറി വന്നു. ഇപ്പോൾ ട്രയൽ നടക്കുന്ന കേസുകൾ 2022-23 കാലഘട്ടങ്ങളിലെ കേസുകളാണ്. ആ ക്രൈമുകളാണ് ഇപ്പോൾ ട്രയൽ നടക്കുന്നത്. അത്രയധികം വേഗതയിൽ ഈ കുഞ്ഞുങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ ഏറ്റവും വേഗതയിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് കേരളത്തിൽ ആവശ്യമായ സംവിധാനങ്ങൾ വരുന്നു, അതിനാവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുന്നു, ഇടപെടലുകൾ ഉണ്ടാകുന്നു. ഇവിടെ നമ്മൾ ഒന്നിച്ച് ഇങ്ങനെയുള്ള അതിക്രമങ്ങൾക്കെതിരെയൊക്കെ നിൽക്കുന്നവരാണ്. രാഷ്ട്രീയമായി എന്തിനാണ് ഇതിനെങ്ങനെ കൊണ്ടുപോകുന്നത്? ഇവരെ സംബന്ധിച്ചിടത്തോളം കനകൊലു വന്നതിന്റെ ശേഷം എന്ത് നുണയും പറഞ്ഞുകൊണ്ട് ഏത് ആക്ഷേപവും ഉന്നയിക്കാം എന്നുള്ളിടത്തേക്ക് കോൺഗ്രസ് എത്തുകയാണ്. ഇതിൽ നിന്ന് കോൺഗ്രസ് ദയവ് ചെയ്ത് പിന്മാറണം. നീതിയാണ് ആവശ്യമെങ്കിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലും അവിടെ പ്രതിഷേധമുണ്ടായി. ഈ കേസിൽ അപ്പീൽ പോകണമെന്നാവശ്യപ്പെട്ടത് ഡിവൈഎഫ്ഐ അടക്കമാണ്. വഴൂർ സോമൻ MLA സമാനമായ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്താവശ്യമാണ് CPMന് വണ്ടിപ്പെരിയാറിലെ കുഞ്ഞിന്റെ കുടുംബത്തിനെതിരെ നിൽക്കേണ്ടത് എന്നാണ് വസീഫ് ചോദിക്കുന്നത്. മധു, വളരെ വിചിത്രമായ ചോദ്യമാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒരു രാജ്യത്ത് ഭരിക്കാനും ഭരിക്കപ്പെടാനും പ്രതിഷേധിക്കാനും അതുപോലെ തന്നെ കുറ്റങ്ങളെ ചൂണ്ടിക്കാണിക്കാനും ഒക്കെ അവകാശം എല്ലാവർക്കുമുണ്ട്. ഇവിടെ പ്രതിപക്ഷം, ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവിന് സർക്കാർ ചിലവിൽ തന്നെ പ്രതിപക്ഷ നേതാവിനെ വെച്ചിട്ടുള്ളത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാനാണ്. പ്രതിപക്ഷ പാർട്ടികളുടെ ധർമ്മം സർക്കാരിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കൽ തന്നെയാണ്. ഇവിടെ ഞാൻ ഈ വണ്ടിപ്പെരിയാർ കേസിനെ കുറിച്ച് മാത്രം ഒന്ന് സൂചിപ്പിക്കട്ടെ. ഈ വണ്ടിപ്പെരിയാർ കേസിൽ ആ കുട്ടി 6 വയസ്സുകാരി വളരെ മൃഗീയമായി പീഡനത്തിനിരയായി പിച്ചി ചീന്തി കൊല്ലപ്പെട്ടു എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ സംസ്ഥാനത്തിൻ്റെ ഭരണ നേതൃത്വത്തിൻ്റെയും പോലീസിൻ്റെയും ഉത്തരവാദിത്വം എന്താണ്? ആ ചെയ്തയാളെ കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു. ആ ചെയ്തയാളെ കൃത്യമായി കണ്ടെത്തിയാൽ മാത്രം പോരാ, ആ ചെയ്തയാൾക്ക് കൃത്യമായ ശിക്ഷ വാങ്ങി നൽകുന്നതിന് പോലീസും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും കൃത്യമായി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ വീഴ്ച വന്നിരിക്കുന്നു. കോടതി, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കോടതി പറയുന്നത് ഇതിനകത്ത്
തെളിവുകളുടെ അഭാവത്തിൽ ഞങ്ങൾക്ക് നോക്കി നിൽക്കേണ്ടി വരുന്നു. ഞങ്ങൾക്ക് ഇതിനകത്ത് പ്രതിക്ക് ശിക്ഷ നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും അന്വേഷണത്തിൻ്റെ ഭാഗത്തുനിന്നും ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രതിയെ കുറ്റവിമുക്തനാക്കേണ്ടി വരുന്ന സാഹചര്യം ഇത്രയേറെ കേരളം ചർച്ച ചെയ്യപ്പെട്ട അതിദാരുണമായ ഒരു സംഭവത്തിൽ ഒരു പിഞ്ചു കുഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെയൊക്കെ വീട്ടിലെ നമ്മുടെയൊക്കെ വീട്ടിലെ നമ്മുടെ ബന്ധുക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ആരുടെയോ ആകട്ടെ 6 വയസ്സുകാരി ഒരു പിഞ്ചു കുഞ്ഞിനെ ഈ കാമഭ്രാന്തൻ ഇങ്ങനെ വലിച്ചു കീറി കൊത്തി നുറുക്കിയതിന് ശേഷം അയാൾക്ക് ഇപ്പോഴും യാതൊരു പ്രശ്നവുമില്ലാതെ കേരളീയ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ അവസരമുണ്ടാക്കുന്നു എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആരെയാണ് നമ്മൾ പഠിക്കേണ്ടത്? ഒന്ന് പറയൂ. ഇപ്പോൾ പറഞ്ഞല്ലോ, വസീഫ് തന്നെ പറഞ്ഞല്ലോ, ആലുവയിൽ പെരുമ്പാവൂരിൽ നടന്ന കൊലപാതകവുമായി ജിഷയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു വാദത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങ് അംഗീകരിച്ചിരാമെന്നേ. ഞങ്ങൾ അതിൻ്റെ പേരിൽ കൂടിയാണ് ഭരണത്തിൽ നിന്ന് പുറത്തു പോയത്. അംഗീകരിച്ചുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചോദിക്കട്ടെ, നിങ്ങളെ അതിനാണോ തിരഞ്ഞെടുത്തത്? നിങ്ങളെന്താ പറഞ്ഞിരുന്നത്? നിങ്ങൾ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാനോളം പറഞ്ഞല്ലോ. ഇവിടെ ഞാൻ ചോദിക്കുന്ന ആ പിഞ്ചു കുഞ്ഞിന് നീതി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? വാളയാറിലെ കുട്ടികൾക്ക് നീതി കൊടുക്കാൻ നിങ്ങൾ കഴിഞ്ഞോ? അതിന് പിന്നെ ആരെയാ കുറ്റപ്പെടുത്തേണ്ടത്? പ്രതിപക്ഷ നേതാവിനെ കുറ്റപ്പെടുത്തണോ? മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തണോ? ആരെയാ കുറ്റപ്പെടുത്തേണ്ടത്? താങ്കളൊന്ന് പറയൂ. അപ്പോൾ ഇവിടെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലല്ലാതെ കാര്യങ്ങൾ പോകുന്നു എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ സ്വന്തം പാർട്ടിക്കാരെ സഹായിക്കാൻ വേണ്ടി ആ നിയമത്തെ വളച്ചൊടിക്കുന്നു, ആ അന്വേഷണത്തിന് വളച്ചൊടിക്കുന്നു. ഇവിടെ DYFI നോക്കൂ, ആ കുട്ടി കൊല്ലപ്പെട്ടു, പിന്നെ നീണ്ടുനിന്ന പ്രോസിക്യൂഷന് ശേഷം കേസിന് ശേഷം കോടതി വിധി പറയുന്നു. നമ്മളൊക്കെ ഞെട്ടിത്തരിച്ചുപോയി. കാരണം അവിടെ വീഴ്ച ഒരിക്കൽ പോലും പറ്റില്ല എന്ന് വിശ്വസിച്ചാണ് നമ്മൾ കേരളത്തിലെ പോലീസിനെയും അതുപോലെ തന്നെ പ്രോസിക്യൂഷനെയും ഒക്കെ ചുമതലപ്പെടുത്തിയത്. നമ്മൾ ഓരോരുത്തരുമാണ് കേരളത്തിൻ്റെ ആ പോലീസിനെ അന്വേഷണ ചുമതലയിൽപ്പെടുത്തിയത്. നമ്മൾ ഓരോരുത്തരുമാണ് ആ പ്രോസിക്യൂഷനെ കേസ് വാദിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയത്. പക്ഷേ ആ കേസിൽ പോലീസ് മനഃപൂർവ്വമായി പരാജയപ്പെടുന്നു, പ്രോസിക്യൂഷൻ മനഃപൂർവ്വമായി പരാജയപ്പെടുന്നു, തെളിവുകൾ ഹാജരാക്കുന്നതിൽ അവർ പരാജയപ്പെടുന്നു. അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല. ആ പ്രതി സ്വൈരവിഹാരം നടത്തുന്നു, പുറത്തു വരുന്നു, അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല. പ്രതിയുടെ ബന്ധു ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ മനോനിലയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ കുട്ടിയുടെ പിതാവിനെ വീണ്ടും കൊല്ലാനുള്ള, ഞാൻ പറയുന്നതല്ല, കൊല്ലുക എന്ന ലക്ഷ്യത്തോടു കൂടി ആക്രമിക്കുന്നു. ഇത് കേട്ടുകഴിയുണ്ടോ കേരളത്തിൽ കേട്ടുകഴിയുണ്ടോ? അപ്പോൾ DYFI എന്നിട്ടും DYFIയുടെ സംസ്ഥാന അധ്യക്ഷൻ വന്നിരുന്ന് അതിനെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് നീതിയാണ് ഇവിടെ നടക്കുന്നത്? നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആളാണ്, നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രി എന്നുള്ളത് കൊണ്ട് ഇതെല്ലാം നിങ്ങളങ്ങ് ന്യായീകരിക്കുക എന്ന് പറയുന്നത് വസീഫെ, നിങ്ങളെപ്പോലുള്ള യുവജന പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷന് ശരിയായി തോന്നുന്നുണ്ടോ? ഇനിയെങ്കിലും താങ്കളൊന്ന് തുറന്നു സംസാരിക്കൂ. ആ കുട്ടിക്ക് നീതി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ കുട്ടിയുടെ കുടുംബത്തിന് നീതി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ കുട്ടിയുടെ പിതാവിനോട് ഇപ്പോൾ ഞാൻ പറഞ്ഞു പോട്ടെ, അങ്ങനെ തന്നെ പറഞ്ഞു പോകുന്നു. താങ്കളുടെ അവസരത്തിൽ അല്ലല്ല, ഇത് ശരിയല്ല. ഇത്തരത്തിൽ ഒരു കാരണവശാലും സമ്മതിക്കില്ല. ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കുന്നത്. വേണ്ട, ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കുന്നത്. ഞാൻ ന്യായീകരിച്ചോ നോണ പറഞ്ഞത് താങ്കളാണെന്നേ. ഞാൻ പറയട്ടെ, എന്റെ അവസരത്തിൽ ഞാൻ പറയട്ടെ, എന്റെ അവസരത്തിൽ ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റായി മാറിയിരിക്കുന്നു എന്നുള്ളതിൽ തർക്കമില്ലല്ലോ. ആദ്യഘട്ടമായതുകൊണ്ടാണ് രണ്ടുപേരും പറഞ്ഞപ്പോൾ ഇടപെടാതെ പോയത്. ശരി, ഞാൻ ഇടപെടട്ടെ. ജ്യോതികുമാർ ചാമക്കാല വസീഫ് മുന്നോട്ട് വെക്കുന്ന ഒരൊറ്റ ആവശ്യം പറയുന്നത് അതിനെ പിന്തുണച്ചു അല്ലെങ്കിൽ അതിനെ പിന്തുണച്ചു എന്ന് പറയുന്നതാണ്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അപേക്ഷ നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. അലിമ്പാക്കാനൊന്നും കരുതരുത്, അങ്ങനെ അലിമ്പാക്കാമെന്നും കരുതണ്ട. വസീഫിനേക്കാൾ ഒച്ചത്തിൽ സംസാരിക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് അതൊന്നും കഴിയില്ല ചോമക്കാലെ. നിങ്ങളെയൊക്കെ വരച്ച വരെ നിർത്താനുള്ള ശേഷിയൊക്കെ എനിക്കുണ്ട്. പക്ഷെ എന്തറിയോ, ഈ സംസ്ഥാനത്തെ പോലീസും ജുഡീഷ്യറിയും ഈ സംസ്ഥാനത്തെ പോലീസും പെർഫെക്റ്റ് ആണ് എന്ന് താങ്കൾ പറഞ്ഞാൽ അത് പറയുക തന്നെ ചെയ്യും. അതിനോട് യോജിച്ച് സംസാരിച്ചാൽ നിൽക്കുന്നത് ആ കുഞ്ഞിന് വേണ്ടിയാണ് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. ഒരു കാരണവശാലും ഒരു കാരണവശാലും സമ്മതിക്കില്ല. ഒരു കാരണവശാലും വ്യക്തിപരമായ വെല്ലുവിളിയോ ചർച്ചയിൽ ഇതുപോലെ തന്നെയാ.
അല്ല അത് ശരിയല്ല. അങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ മാധു എന്റെ അവസരത്തിൽ ഞാൻ പറഞ്ഞു തീർക്കാവുള്ളൂ. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. താങ്കൾ ഉടനെ വേറെ കൊടുത്താൽ മതിയോ? നിങ്ങളിൽ ആര് പറയുന്നതാണ് ഞാനും പ്രേക്ഷകരും കേൾക്കേണ്ടത്? ഞാൻ സംസാരിക്കുന്നത് അല്ലല്ല. നമ്മളിത് പറഞ്ഞു വന്നത് പൂർത്തീകരിക്കാൻ സമയം തരാം. ശ്രീ ജ്യോതികുമാർ ചമക്കാല, ഒന്ന് നിൽക്കൂ രണ്ടുപേരും. നമ്മൾ എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഗൗരവമുള്ള ഒരു വിഷയം എടുത്ത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ ഭാഗങ്ങൾ ന്യായീകരിക്കാനാണല്ലോ. രണ്ടുപേരും ഒരേ സമയം ഒരേ തരം ശബ്ദമുയർത്തി സംസാരിച്ചാൽ ആർക്കും മനസ്സിലാകുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് വ്യക്തിപരമായ ഫൈറ്റ് അല്ല എന്നത് നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കുമല്ലോ. ശ്രീ ജ്യോതികുമാർ ചമക്കാല, അങ്ങ് പറഞ്ഞു വന്നത് പൂർത്തീകരിക്കൂ. വസീഫ് ഉന്നയിച്ച ഒരൊറ്റ കാര്യം, വസീഫ് പിന്തുണച്ചു എന്ന് പറയരുത് എന്നാണ്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അപേക്ഷയാണ്. മാധു, നിങ്ങൾ രണ്ടുപേരും അത് നിർത്തണം എന്ന് പറയുന്ന വാദഗതി അത്തരത്തിലല്ല മാധു സംസാരിക്കുന്നത്. തർക്കിക്കരുത് എന്നേ പറഞ്ഞുള്ളൂ. രണ്ടുപേരും തർക്കിച്ചല്ലോ. ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. അത് ശരിയാണ്. ശരി, അങ്ങ് പൂർത്തീകരിക്കൂ. എന്റെ അവസരത്തിലാകെ തർക്കിച്ചത്. അതെന്താ താങ്കൾ പറയാത്തത്? ശരി, അങ്ങ് പൂർത്തീകരിക്കൂ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് വസീഫിന് പറയാനുള്ളത് വസീഫ് പറഞ്ഞു. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹം എന്ന് പറഞ്ഞത് തെറ്റാണോ? അല്ല. അദ്ദേഹം മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെ ന്യായീകരിച്ചു എന്ന് പറഞ്ഞത് തെറ്റാണോ? അല്ല. അങ്ങനെ ന്യായീകരിക്കേണ്ട സാഹചര്യമല്ല ഇതിലുള്ളത് എന്ന എന്റെ വാദഗതി ഞാൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനിടയ്ക്ക് കയറി വസീഫ് സംസാരിക്കുന്നതാണ് പ്രശ്നം. അങ്ങനെ വസീഫ് മുന്നോട്ട് സംസാരിച്ചു പോകാനാണ് എന്റെ സംസാരം തടസ്സപ്പെടുത്താനാണെങ്കിൽ വസീഫും തുറന്ന് സംസാരിക്കില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ഏതായാലും പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നും പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും വീഴ്ച ഉണ്ടായി. ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അല്ലെ ആ കുട്ടിയെ കടിച്ചു കീറിയവർക്ക് കൃത്യമായ ശിക്ഷ നൽകിയില്ല. മാതാപിതാക്കൾക്ക് നീതി ലഭിച്ചില്ല. അതിനുശേഷം ആ കേസുമായി ബന്ധപ്പെട്ട് തന്നെ തുടർന്ന് ആ കുട്ടിയുടെ മാതാപിതാക്കളെ ആക്രമിക്കുന്ന സാഹചര്യം കേരളത്തിൽ കേട്ടുകേഴ്വിയുണ്ടോ? എന്നിട്ട് ഞങ്ങൾ സമരം നടത്തി, അതുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഡിവൈഎഫ്ഐയുടെ പങ്ക് പൂർത്തീകരിക്കപ്പെടുമോ? ഇല്ല. ഇവിടെ നമുക്ക് വേണ്ടത് സർക്കാർ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്, കേരളത്തിലെ സർക്കാർ, പോലീസ്, അതാണ് അവരുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വത്തിൽ വീഴ്ചയുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞങ്ങളുടെ മേക്കിട്ട് കയറുകയല്ല വേണ്ടത്. ആദ്യം പിണറായി വിജയനോട് പറയണം ഈ കേസിലെ പ്രതികളെ നീതിപൂർവ്വമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ശിക്ഷിക്കുവാനും. ശ്രീ ജ്യോതികുമാർ ചമക്കാല പറയണേ, ഞാൻ ശ്രീ ശങ്കുട്ടിദാസിലേക്ക് പോകാൻ ഏറെ വൈകി. ശ്രീ ശങ്കുട്ടിദാസ്, പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ ഇങ്ങനെയാണ്: പ്രതിക്ക് ആവലാതിക്കാരനോടും മറ്റുമുണ്ടായിരുന്ന വിരോധം നിമിത്തം ടിയാനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി ചീത്ത വിളിച്ച് മനോവിഷമപ്പെടുത്തിയും കയ്യിൽ കരുതിയിരുന്ന മൂർച്ചയുള്ള ആയുധം കൊണ്ട് ആവലാതിക്കാരന്റെ നെഞ്ചിലും താഴെയും ഇടത്തു തുടകളിലും കുത്തിയതിൽ വെച്ച ആവലാതിക്കാരന്റെ നെഞ്ചിനു താഴെയും ഇരു കാൽത്തുടകളിലും ഗുരുതരമായ പരിക്കേൽക്കുന്നതിനും തടസ്സം പിടിച്ച ആവലാതിക്കാരന്റെ പിതാവിന് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ എന്ന് പോലീസ് എഴുതി വെച്ചിട്ടുള്ളത് അവരുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. ഒരു കുടുംബത്തോട്, ഒരു സമൂഹത്തിന് ചെയ്യാൻ കഴിയുന്ന പരമാവധി ക്രൂരത അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനു പിന്നാലെ വീണ്ടും ആക്രമിക്കപ്പെടുന്നു എന്നുള്ളത്, എനിക്ക് ആ കോടതി വിധി വന്ന ദിവസം ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും കോടതി വിധിയിൽ നിന്ന് പ്രതികരിച്ച രീതി ഓർമ്മയുണ്ട്. അത് വല്ലാത്തൊരു നിസ്സഹായതയിൽ നിന്ന് എന്തു ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ ആ അമ്മ അന്ന് പറഞ്ഞത് എൻ്റെ ഭർത്താവ് പോയി കൊല്ലും എന്നാണ്. ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ്, നിയമത്തോടുള്ള വെല്ലുവിളിയാണ്. പക്ഷെ അത് പറയുന്ന സാഹചര്യം കൊണ്ട് ക്ഷമിക്കാൻ മനുഷ്യർ തയ്യാറാകും. അവിടെ നിന്നാണ് അവർ തന്നെ വീണ്ടും ആക്രമിക്കപ്പെടുന്നത് എന്നുള്ളത് തല താഴ്ത്തി നിന്നല്ലാതെ, നാണം കെട്ടല്ലാതെ ഒരു മനുഷ്യനും കേട്ടു നിൽക്കാൻ കഴിയാത്തതാണ്. തീർച്ചയായിട്ടും അതെ. അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്, ലജ്ജാകരമാണ്. കേരളത്തിൻ്റെ ക്രമസമാധാന നിലയുടെ സമ്പൂർണ്ണമായിട്ടുള്ള തകർച്ചയുടെ ഒരു ഉദാഹരണമാണ് ഈ സംഭവം എന്നാണ് കാണിക്കുന്നത്. ഇതിൽ പോലീസ് ചാർജ് ചെയ്തിട്ടുള്ള എഫ്ഐആറിൽ പറയുന്നത് കരുതലോടുകൂടി ആയുധം മുൻകൂട്ടി കയ്യിൽ വെച്ചുകൊണ്ട് ഈ പറയുന്ന പെൺകുട്ടിയുടെ അച്ഛനെയും മുത്തച്ഛനെയും ആക്രമിക്കാൻ വേണ്ടി മുൻവൈരാഗ്യമുള്ള പ്രതി വന്നു എന്നാണ്. 3 വകുപ്പുകളാണ് ചുമത്തിയതായി കണ്ടത്. ഒന്ന് 324 വോളണ്ടറി ഹർട്ടുമായി ബന്ധപ്പെട്ടതാണ്, 307 വധശ്രമവുമായി ബന്ധപ്പെട്ടതാണ്, പിന്നീട് അസഭ്യവാക്കുകൾ പ്രയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ്. പക്ഷെ ഇവിടെ പോലീസ് പറയുന്നു കരുതലോട് കൂടിയിട്ടാണ് പ്രതി വന്നത്, പ്രതിക്ക് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു, പ്രതി ആയുധം കയ്യിൽ വെച്ചിരുന്നു എന്ന് പറയുന്നു. ഒരാൾ സ്വാഭാവികമായിട്ട് യാത്ര ചെയ്യുമ്പോൾ അയാൾ കയ്യിൽ മൂർച്ചയുള്ള ഒരു കത്തി കൊണ്ട് നടക്കാറില്ല. മൂർച്ചയുള്ള കത്തി കൊണ്ട് നടക്കുന്ന ആൾ ഒരു ആക്രമണം നടത്തണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. എന്തുകൊണ്ടാണ് ഈ കേസിൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട വകുപ്പ് ചുമത്താത്തത് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇങ്ങനെ ഈ പറയുന്ന കുട്ടിയുടെ രക്ഷിതാക്കളെ, അച്ഛനെ, മുത്തച്ഛനെ ആക്രമിച്ച് കൊലപ്പെടുത്തണമെന്ന് മുൻകരുതലോടുകൂടി പ്രതി
വരുന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട്. ആ ആസൂത്രണത്തിൽ ഈ പ്രതിക്ക് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുള്ള ആളുകളുണ്ട്. അത്തരം ആളുകളെ ഒന്നും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് ഈ പോലീസിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടിപ്പെരിയാർ കേസിലെ കോടതിയുടെ വിധി നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അവസാനത്തെ 4 പേജ് പ്രോസിക്യൂഷന്റെ കേസ് നടത്തിയതിലുള്ള വീഴ്ചകളെ പറ്റി മാത്രമാണ് കോടതി പറയുന്നത്. 72ാമത്തെ പേജ് മുതൽ 75ാമത്തെ പേജ് വരെയുള്ള 4 പേജുകളിൽ 8 പോയിന്റുകളായിട്ട് പ്രോസിക്യൂഷൻ കേസ് നടത്തിയതിലുള്ള വീഴ്ചകൾ അക്കമിട്ട് നിരത്തുകയാണ് കോടതി. യഥാവിധി തെളിവുകൾ കളക്ട് ചെയ്തില്ല. ഈ കളക്ട് ചെയ്ത തെളിവുകൾ തന്നെ സീൽഡ് കവറുകളിൽ സൂക്ഷിച്ചില്ല. ഈ പറയുന്ന സാധാരണഗതിയിൽ തൂങ്ങി മരിക്കുമ്പോൾ ഉണ്ടാവുന്ന ബ്ലഡിന്റെയും ഫീക്കൽ മാറ്ററിന്റെയും യൂറിന്റെയും ട്രേസസ് കളക്ട് ചെയ്തിട്ടില്ല. ഈ പറയുന്ന പ്രതി ഏത് വഴിയിലാണ് അകത്ത് വന്നത്, ഏത് വഴിയിലൂടെയാണ് പുറത്തു പോയത് എന്നത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയില്ല. ആ പ്രദേശത്ത് മുന്നേ തന്നെ കിടന്നിരുന്ന തോർത്തുമുണ്ട് നേരത്തെ തെളിവായി സ്വീകരിക്കാൻ തയ്യാറായില്ല. മാത്രമല്ല വിരലടയാള വിദഗ്ധന്മാരുടെ സഹായം പോലും ഉപയോഗിച്ചില്ല. കളക്ട് ചെയ്യാമായിരുന്ന ഒരുപാട് ഫിംഗർ പ്രിന്റുകൾ മനഃപൂർവ്വം മിസ് ചെയ്തു. അലമാര, ഈ തുണി എടുത്തിട്ടുള്ള അലമാര പരിശോധിച്ചിട്ടേ ഇല്ല. മാത്രമല്ല DNA തെളിവുകൾ പരിശോധിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഴ്ചയായിട്ട് കോടതി ചൂണ്ടിക്കാണിക്കുന്നത് അവിടെ 1 കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള പോലീസ് സ്റ്റേഷനിലുള്ള ഈ പോലീസുകാരൻ, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മാത്രമാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ള മുറി വന്ന് പരിശോധിക്കുന്നത്. പ്രാഥമികമായിട്ടുള്ള എവിഡൻസുകൾ ഈ സമയം കൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പോൾ പരാജയപ്പെടണമെന്ന ആഗ്രഹത്തോടു കൂടി ഒരു കേസ് നടത്തുകയും ആ കേസിൽ പ്രതിക്ക് കിട്ടാവുന്ന നിയമത്തിന്റെ എല്ലാ ഇളവുകളും കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുള്ള ഒരു അമ്പേ പരാജയമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥന്റെ നേരിൽ യാതൊരു നടപടിയും ഇതുവരെയായിട്ട് എടുത്തതായിട്ട് കാണുന്നില്ല. ഈ പറയുന്ന പ്രതിഷേധങ്ങൾ ഡിവൈഎഫ്ഐ ഉൾപ്പെടെ നടത്തി എന്ന് പറയുന്നുണ്ട്. ഡിവൈഎഫ്ഐയുടെ ആവശ്യം എന്താണ് അദ്ദേഹം പറഞ്ഞത്? അപ്പീൽ കൊടുക്കണം എന്നുള്ളതാണ്. ഇവിടെ നിയമത്തെ പറ്റി സാമാന്യ ധാരണയിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത്തരത്തിൽ എവിഡൻസുകൾ സ്കാർസ് ആയിട്ടുള്ള, അതായത് തെളിവുകൾ ഇല്ലാത്ത, വേണ്ടവണ്ണം കീഴ്ക്കോടതിയിൽ നടത്തിയിട്ടില്ലാത്ത കേസുകളിൽ അപ്പീലിലും യാതൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. കാരണം എന്താണ്? അപ്പീൽ എന്ന് പറഞ്ഞാൽ റീട്രയൽ അല്ല. കീഴ്ക്കോടതി നടത്തുന്ന പോലെ, വിചാരണ കോടതി നടത്തുന്ന പോലെ തെളിവുകൾ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വിചാരണയല്ല അപ്പീൽ കോടതിയിൽ നടക്കുന്നത്. ഈ കോടതിയുടെ വിധിയിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ, എറർ അപ്പാരന്റ് ഇൻ ദ ഫേസ് ഓഫ് ലോ ഉണ്ടോ എന്ന് മാത്രമാണ് അപ്പീൽ കോടതി പരിശോധിക്കുക. ഇവിടെ ഈ പറയുന്ന വിധിയിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് പറയാൻ കഴിയില്ല. തനിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള തെളിവുകളുടെയും സാക്ഷികളുടെയും അടിസ്ഥാനത്തിൽ അങ്ങനെ വിധി പറയാൻ മാത്രമേ കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതിക്ക് സാധിക്കുമായിരുന്നുള്ളൂ. അപ്പോൾ അപ്പീൽ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫാർസാണ്. ഇവിടെ യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണ്? ഇവിടെ വേണ്ടത് റീഇൻവെസ്റ്റിഗേഷനാണ്. ഈ പറയുന്ന അർജുൻ എന്ന് പറയുന്ന ആളല്ല ഇതിലെ യഥാർത്ഥ പ്രതിയെങ്കിൽ പെൺകുട്ടി മരിച്ചു എന്നത് വസ്തുതയാണ്. പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായി എന്നത് വസ്തുതയാണ്. ഇത് ആരാണ് ചെയ്തത് എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിട്ടില്ല. എന്തുകൊണ്ട് ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന് ഇത്രയേറെ വീഴ്ചകൾ വരുത്തി? ശാസ്ത്രീയ തെളിവുകൾ എന്തുകൊണ്ട് കളക്ട് ചെയ്തില്ല? ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എന്തുകൊണ്ട് നടപടി ഉണ്ടായിട്ടില്ല? ഇങ്ങനെ ഒരു പശ്ചാത്തലം നിൽക്കുമ്പോഴാണ് ഈ പോലീസിന്റെ മൂക്കിന് കീഴിൽ വെച്ച് ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ വീണ്ടും ആക്രമിക്കപ്പെടുന്ന സംഭവം ഉണ്ടാവുന്നത്. ഇത് ലോ ആൻഡ് ഓർഡറിന്റെ സമ്പൂർണ്ണമായിട്ടുള്ള പരാജയമാണ് എന്നല്ലാതെ ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല. പോലീസ് സുരക്ഷ ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട ബിജെപിയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടായിരുന്നല്ലോ. ഇത്തരത്തിൽ പിന്നെയും എങ്ങനെയാണ് ആക്രമണം ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും അതാണ് ഇന്നലെ രാത്രി പോലീസ് അവിടെ ഹോസ്പിറ്റലിൽ വരെ BJP പ്രവർത്തകർ പോയി കുത്തിയിരിപ്പ് സമരം നടത്തിയതിനു ശേഷമാണ് വീടിനും ഹോസ്പിറ്റലിനും പോലീസിന്റെ കാവൽ ഏർപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ മുൻകൂട്ടി ഇങ്ങനെ ഒരു ആക്രമണം നടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് നല്ല ബോധ്യമുണ്ടായിരുന്ന പോലീസുകാർ അത്തരത്തിലുള്ള യാതൊരു സുരക്ഷാ മുൻകരുതലും എടുത്തിട്ടില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്. അത് മറ്റൊരു വശമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇത് ഉന്നാവ് സംഭവമായി താരതമ്യം ചെയ്യുന്ന അതിൽ ഒരു യുക്തിയുടെ പെശകുണ്ട് എന്നുള്ളതാണ്. കാരണം എന്താണ്? കാരണം ഉന്നാവ് സംഭവത്തിൽ പ്രതി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. ഉന്നാവ് സംഭവത്തിലെ പ്രതിയായിരുന്ന ആള് ഒരു MLA ആയിരുന്ന ആളാണ്, കുൽദീപ് സിംഗ് സെങ്കാർ എന്ന് പറയുന്ന ആളാണ്. 2017 ജൂൺ മാസത്തിൽ നടന്നിട്ടുള്ള സംഭവവുമായി ബന്ധപ്പെട്ട് 2018 ഇദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇയാൾക്ക് ജീവപര്യന്തം ശിക്ഷ, അതായത് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ, ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നുണ്ട്. അയാളെ MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നുണ്ട്. പ്രതികളെല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ അതല്ല, ഇത് അങ്ങനെയല്ല, താരതമ്യം ശരിയല്ല. ഇവിടെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ട് പോലും ഇല്ല. ഈ പറയുന്ന പ്രതികൾ കുറ്റവിമുക്തരാക്കപ്പെടുകയാണ്. ഇതിന് എന്ത് സംഭവത്തോടാണ് താരതമ്യം ചെയ്യാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും കേരളത്തിൽ തന്നെ ഇതിനോട് താരതമ്യം ചെയ്യാവുന്ന നല്ല ഉദാഹരണം വാളയാർ സംഭവമാണ്. വാളയാർ സംഭവം നമ്മുടെ എല്ലാം കൺമുന്നിൽ നടന്നിട്ടുള്ള സംഭവമാണ്. ഒരേ വീട്ടിലെ 2 കുട്ടികൾ, 9ഉം 13ഉം വയസ്സ് പ്രായമുള്ള 2 ദളിത് പെൺകുട്ടികൾ. ഒരു പെൺകുട്ടി ജനുവരി 23-ാം തീയതി കെട്ടിത്തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നു. ആ കുട്ടിയുടെ അനിയത്തിയാണ് കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 2 ആളുകൾ ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് ഈ പെൺകുട്ടി പറഞ്ഞിട്ടും പോലീസ്
പോലീസ് കൊലപാതകത്തിന് കേസെടുക്കുന്നില്ല, അൺനാച്ചുറൽ ഡെത്തിനാണ് കേസെടുക്കുന്നത്. 3 മാസം കഴിയുമ്പോൾ മാർച്ച് മാസത്തിൽ ഈ രണ്ടാമത്തെ പെൺകുട്ടിയും അതേ മുറിയിൽ തൂങ്ങി മരിച്ചതായി കാണപ്പെടുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ ലൈംഗിക പീഡനം നടന്നതായി തെളിയിക്കപ്പെടുന്നു. അവിടെ 4 പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. എന്നാൽ എന്താ സംഭവിച്ചത്? കേസ് നടത്തിപ്പിലുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ച കൊണ്ട് ഈ പ്രതിക്ക് വേണ്ടി അപ്പിയർ ചെയ്തിട്ടുള്ള അഭിഭാഷകനെ CWCയുടെ ചെയർമാനായിട്ട്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന സർക്കാരിനെ നമ്മൾ കണ്ടു. ഈ ഇരയ്ക്ക് വേണ്ടി വാദിക്കേണ്ട പ്രോസിക്യൂഷൻ ഇരയുടെ അമ്മയ്ക്കെതിരെ തെറ്റായിട്ടുള്ള വ്യാജമായിട്ടുള്ള മൊഴികൾ കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ ഗുരുതരമായിട്ടുള്ള വീഴ്ച നടത്തിക്കൊണ്ട് ഈ 4 പ്രതികളെയും കോടതി കുറ്റവിമുക്തരാക്കി. ആ വിധിയിലും ബഹുമാനപ്പെട്ട ന്യായാധിപൻ പറയുന്നുണ്ട്, ഈ കേസിൽ ഇവരെ ശിക്ഷിക്കാൻ യാതൊരു നിർവാഹവും ഇല്ലാതായതിൽ ഞാൻ ഖേദിക്കുന്നുണ്ട്. കാരണം അത്രയും വീഴ്ചയുള്ള മട്ടിലാണ് പ്രോസിക്യൂഷൻ ഈ കേസ് നടത്തിയതെന്ന്. എന്നിട്ട് ഈ കുട്ടിയുടെ ഒരു മിനിറ്റ്, ആ കുട്ടിക്ക് നീതി കിട്ടാൻ വേണ്ടി ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് മുഖ്യമന്ത്രിയെ വീട്ടിൽ ചെന്ന് കണ്ടിട്ട് മുഖ്യമന്ത്രിയുടെ കാലിൽ വീഴേണ്ടി വന്നു. എന്നിട്ട് ഇവർക്ക് നീതി കിട്ടിയില്ല. അവസാനം ആ സ്ത്രീക്ക് മൊട്ടയടിച്ചിട്ട് ധർമ്മടത്ത് ഈ മുഖ്യമന്ത്രിക്കെതിരെ മത്സരിക്കേണ്ടി വന്നു. അതിന്റെ പേരിൽ ഇവിടുത്തെ ഈ സൈബർ കമ്മീസ് സമൂഹത്തിന്റെ മുഴുവൻ ആക്രമണങ്ങളും ആക്ഷേപങ്ങളും ആ അമ്മയ്ക്ക് നേരിടേണ്ടി വന്നു. ഇന്നും നീതി കിട്ടാതെ വാളയാറിലെ 2 പെൺകുട്ടികളുടെ അമ്മ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ആ ഉദാഹരണം അവിടെ ഉള്ളപ്പോൾ ഇരയ്ക്ക് നീതി കിട്ടാത്ത, പ്രതികൾ ശിക്ഷിക്കപ്പെടാത്ത സംഭവം നമ്മുടെ മുന്നിലുള്ളപ്പോൾ നമ്മൾ പ്രതി ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഉന്നാവ് കേസുമായിട്ട് താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ആക്രമണങ്ങളുടെ പേരിലാണെന്ന് പ്രതിപക്ഷ നേതാവ് ആ താരതമ്യം ഉന്നയിച്ചെന്ന് അങ്ങേക്ക് അറിയാത്തതല്ല. പക്ഷേ അങ്ങേക്ക് ശരി, അങ്ങയുടെ വിയോജിപ്പ് അങ്ങ് രേഖപ്പെടുത്തുകയും ചെയ്തു. ശരി, ഞാൻ അങ്ങേലേക്ക് തിരികെ ശരി പൂർത്തീകരിക്കും. ഒറ്റ കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, UP-യിലാണ് ഏറ്റവും കൂടുതൽ ക്രൈം റെക്കോർഡുകൾ എന്നത് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ചില തെളിവുകൾ ഉന്നയിച്ചുകൊണ്ട് UP-യാണ് കേരളത്തെക്കാൾ മോശമെന്ന് കാണിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അതിലെനിക്ക് ആക്ഷേപമൊന്നുമില്ല, അദ്ദേഹം അങ്ങനെ വാദിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇവിടെ പറഞ്ഞ കണക്കുകൾ ശരിയല്ല. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരമാണെങ്കിൽ അബ്സല്യൂട്ട് നമ്പർ ഓഫ് ക്രൈംസിലാണ് UP ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. അബ്സല്യൂട്ട് നമ്പർ ഓഫ് ക്രൈം എന്ന് പറഞ്ഞാൽ ആകെ നടക്കുന്ന ക്രിമിനൽ കുറ്റങ്ങളുടെ എണ്ണമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് UP. അതുകൊണ്ട് തന്നെ അബ്സല്യൂട്ട് നമ്പറിൽ എപ്പോഴും UP ആയിരിക്കും മുന്നിൽ. 23 കോടി ജനങ്ങളുണ്ട് UP-യിൽ. കേരളത്തിൽ 3.5 കോടി ആൾക്കാരേ ഉള്ളൂ. നേരെ തിരിച്ച് ക്രൈം റേറ്റ് പരിശോധിക്കുന്നത് ക്രൈം പെർ ലാക്കാണ്. 1,00,000 പേരിൽ എത്ര പേർക്കെതിരെ ക്രിമിനൽ കുറ്റം നടന്നു എന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ എന്താണ് കോഗ്നിസബിൾ ഒഫൻസുകളുടെ കാര്യത്തിൽ ക്രൈം റേറ്റിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഒറ്റ വാചകം മാത്രം പ്ലീസ്, അത് മാത്രം പറഞ്ഞാൽ മതി. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യത്തിൽ ഇന്ത്യയിലെ തന്നെ 2ാം സ്ഥാനത്ത് കേരളമാണ്. 1,00,022 സ്ത്രീകൾക്കെതിരെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു. പോക്സോയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ 2ാം സ്ഥാനത്താണ് കേരളം. 1,35 കുട്ടികൾക്കെതിരെ കേരളത്തിൽ കുറ്റകൃത്യം നടക്കുന്നുണ്ട്. ഈ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ഇവിടെ വന്ന് മുഖ്യമന്ത്രിയെ കാണുകയുണ്ടായി. DGP-യുമായി ആലോചിച്ച് എന്താണ് നടപടിയെടുക്കാൻ കഴിയുകയെന്ന് മുഖ്യമന്ത്രി നേരിട്ട് അവർക്ക് ഉറപ്പ് നൽകുന്ന സാഹചര്യവും ഉണ്ടായി. പക്ഷേ ആ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ശ്രീ V. വസീഫ്, അവർക്ക് താങ്ങാൻ കഴിയുന്ന ഏറ്റവും വലിയ ദുരന്തത്തിനിരയായ ഒരു കുടുംബം വീണ്ടും ആക്രമിക്കപ്പെടുകയാണ്. നമ്മുടെ നാട്ടിലെ നിയമത്തിന് ഞങ്ങൾക്ക് സുരക്ഷ നൽകാൻ കഴിയുന്നില്ല, ഞങ്ങൾ തുടർച്ചയായി ഇരയാക്കപ്പെടുന്നു എന്നൊരു കുടുംബം ചിന്തിച്ചാൽ അതിന് മറുപടി ആര് പറയും? കോൺഗ്രസ് ചോദിക്കുന്നത് പ്രോസിക്യൂഷൻ മനഃപൂർവ്വം പരാജയപ്പെട്ടു കൊടുത്ത ഒരു കേസാണ് ഇത് എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. പ്രതിപക്ഷമാണ് ആരോപിക്കുന്നത്. DYFI അതിന് അപ്പീൽ പോകണമെന്നൊരു വാദം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? അങ്ങനെ ഇതിനകത്തൊരു പ്രതിരോധം സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ ആരെയെങ്കിലും സംരക്ഷിക്കുകയോ ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബി ഫ്രാങ്ക്, ഈ കുഞ്ഞിനും അതേപോലെ തന്നെ ഈ കുഞ്ഞിൻ്റെ കുടുംബത്തിന് നീതി കിട്ടണം എന്നുള്ളത് തന്നെയാണ്. ഇതിനകത്ത് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി അതുപോലെ തന്നെ ഇതിന്റെ വാദത്തിനിടയിൽ കിട്ടുന്നില്ല എന്നൊരു ബോധ്യം ഉണ്ടാകുന്നുണ്ടോ? അല്ല, അതിനകത്ത് അതിൽ പല കാരണമുണ്ട്. ഇപ്പോൾ ആസിഫ് അലി മാതൃഭൂമിയിലാണെന്ന് തോന്നുന്നു അഡ്വക്കേറ്റ് ആസിഫ് അലി എഴുതിയ ലേഖനത്തെക്കുറിച്ചൊക്കെ നമ്മൾ പരിശോധിച്ചത്. അദ്ദേഹം അതിൽ പറയാൻ ശ്രമിച്ചത് കോടതി എന്തുകൊണ്ട് ഇത് അംഗീകരിച്ചില്ല, ഈ വാദങ്ങൾ അംഗീകരിക്കാൻ പറ്റാവുന്ന, എൻ്റെ കയ്യിൽ ഇപ്പോൾ ആ ലേഖനമില്ല, വേണമെങ്കിൽ ഞാൻ ഉന്നയിക്കാം. ഞാനത് വായിച്ച് മനസ്സിലാക്കിയെടുത്തോളം കോൺഗ്രസിന് വേണ്ടിയൊക്കെ വാദിക്കുന്ന അല്ലെങ്കിൽ ഒരു കോൺഗ്രസിന് വേണ്ടിയൊക്കെ സംസാരിക്കുന്ന ഈ അഡ്വക്കേറ്റ് ആസിഫ് അലിയുടെ ഒരു ലേഖനമുണ്ടായിരുന്നു, മാതൃഭൂമിയിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്തൊക്കെ പറയുന്നത് ഈ വാദത്തിനോ അല്ലെങ്കിൽ ഈ അന്വേഷണത്തിനോ എന്തെങ്കിലും പാളിച്ചകളുണ്ട് എന്ന തരത്തിലായിരുന്നില്ല. അത് തീർച്ചയായിട്ടും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇതിനകത്ത് എന്തോ ഒരു ഫൈൻഡിങ്സിൽ എത്തുന്നതിൽ ഒരു പ്രശ്നമുണ്ടായി എന്നുള്ള നിലക്ക്. അപ്പോൾ ഒരു അന്വേഷണവും അതിൻ്റെ വിധിയൊക്കെ വരുന്ന സമയത്ത് പല രീതികളിൽ ഇതൊക്കെ പരിശോധിക്കപ്പെടും.
അപ്പോൾ ആ അർത്ഥത്തിൽ അതിനകത്തൊരു ഗവൺമെൻറ് എന്തെങ്കിലും ഒരു ആവശ്യമായ സമീപനം സ്വീകരിക്കാത്തത് കൊണ്ട് ഒരു പ്രയാസമുണ്ടായി എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അതിന്റെ തുടക്കത്തിൽ വന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ ഒരു പത്രക്കാരനെ നമുക്കറിയാം, ഒരു മാധ്യമപ്രവർത്തകനെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആ വിധിയുടെ പല പേജുകളിലായി പ്രോസിക്യൂഷന്റെ അന്വേഷണത്തിൽ സംഭവിച്ചിരിക്കുന്ന വീഴ്ചകൾ വലിയ തോതിൽ, അന്വേഷണ സംഘത്തിന്റെ സംഭവിച്ച വീഴ്ചകൾ വലിയ തോതിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്, പേജുകൾ എടുത്ത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതൊക്കെ ആ വിധി വന്ന ദിവസം നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ് എന്നതുകൊണ്ടാണ് ഉന്നയിക്കപ്പെടാതെ പോയത്. ഞാൻ വസീഫിനോട് നേരിട്ട് ചോദിച്ചത് ഇതാണ്. വസീഫ്, നേരത്തെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല ചോദിച്ചതുപോലെ നമ്മുടെ വീട്ടിലും കുഞ്ഞുങ്ങളുണ്ടല്ലോ, തുടർച്ചയായി ഇരയാക്കപ്പെടുന്നു, നീതി കിട്ടുന്നില്ല എന്നൊരു കുടുംബത്തിന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? അല്ല, അതിന് ഉത്തരവാദി ഭരിക്കുന്ന പാർട്ടി മാത്രമാണ് എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? ഞാനിപ്പോ പറഞ്ഞു വരുന്നത്, ഇവിടെ ഒരു മാധ്യമ പ്രവർത്തകനെ അതോ ഞാൻ പറഞ്ഞത് സർക്കാരിൻ്റെ എന്ന് പറഞ്ഞ ഈ കോടതി, നമ്മളിപ്പോൾ പറയുന്നില്ല എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റർ, അതേപോലെ ഒക്കെ നമ്മൾ പറഞ്ഞു വരുന്നതാണ്. ഈ സംവിധാനത്തിൻ്റെ ഭാഗമായി പറ്റിയ എവിടെയാണോ പാളിച്ച പറ്റിയത് അത് പരിശോധിക്കുന്ന തരത്തിലേക്ക് പോകണം എന്ന തരത്തിൽ തന്നെയാണ് നമുക്ക് അതിനകത്ത് പറയാനുള്ളത്. ഒരിക്കലും അവിടെ ഈ കുഞ്ഞിന് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിക്ക് വേണ്ടി ആരെങ്കിലും നിന്നു എന്നുള്ള അഭിപ്രായമുണ്ടോ? ഇല്ലല്ലോ. മലപ്പുറത്ത് ഇപ്പോൾ തുവ്വൂരിൽ വിഷ്ണു എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറി ഒരു സ്ത്രീയെ കൊന്ന് കുഴിച്ചു മൂടിയത് സ്വന്തം വീട്ടിലാണ്. എന്നിട്ട് ആ വിഷ്ണു എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് തന്നെ മാർച്ച് സംഘടിപ്പിക്കുക പഞ്ചായത്ത് ഓഫീസിൽ, പോലീസ് സ്റ്റേഷനിലേക്ക്. അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്. നിലമ്പൂരിൽ രാധ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കൊന്നിട്ട് ചാക്കിൽ കെട്ടി വെച്ചത് എവിടെയാ? കോൺഗ്രസിൻ്റെ ഓഫീസിൽ, മുൻ മന്ത്രിയുടെ ഓഫീസിനകത്തായിരുന്നു, അവരുടെ ഓഫീസിനകത്താ. ഇതൊക്കെ കേരളത്തിൽ കണ്ടതാണ് നമ്മൾ. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ ഇതിനെ സംരക്ഷിക്കുകയും അതിന് നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിനെ കാണരുതേ എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായി ഇങ്ങനെയുള്ള വിഷയങ്ങൾ ആവർത്തിക്കരുത് എന്നുള്ള നല്ല ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളത്തിലെ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, പോക്സോ കോടതികളുടെ എണ്ണത്തിൽ തന്നെ വലിയ വർധനവുണ്ടായി, 70ഓളം കോടതികൾ വരുന്നു. അങ്ങനെ ട്രയൽ നടത്തുന്നതിലൊക്കെ വളരെ ഫാസ്റ്റായി എന്തെങ്കിലും തരത്തിലുള്ള നടപടികളോ ആഭ്യന്തര അന്വേഷണമോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായിട്ടുണ്ടോ? അവർക്ക് കൃത്യവിലോപം കോടതി ചൂണ്ടിക്കാണിച്ച സ്ഥിതിക്ക് അല്ല, കോടതിയല്ല, അതിനകത്ത് തന്നെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഇതിലെ ഈ കുട്ടിയുടെ അച്ഛൻ പത്രക്കാരോട് സംസാരിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു പത്രപ്രവർത്തകനെ ചോദ്യം ചെയ്തത് മാധുവിന് അറിയാലോ, ഇതിനകത്തുണ്ട്. അത് പ്രതിഭാഗത്തിന് വേണ്ടി ആ പത്മകുമാർ KK എന്ന് പറയുന്ന ഡയറക്ടർ ഓഫ് കേരളീയം ന്യൂസ് ചാനൽ, അവരെ അതിനകത്ത് ചോദ്യം ചെയ്യുകയും അത് ഈ അന്വേഷണത്തിന് അല്ലെങ്കിൽ ഈ കുറ്റം തെളിയിക്കുന്നതിന് അല്ലെങ്കിൽ പ്രതിക്ക് ഗുണകരമാകുന്ന തരത്തിലേക്ക് അഭിമുഖം വരെ മാറി എന്നുള്ള ഒരു വ്യാഖ്യാനവും ഒക്കെ ഉണ്ട്. അപ്പോൾ വ്യത്യസ്ത തലത്തിൽ ഈ വിഷയത്തിൽ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിനകത്തെ അന്വേഷണത്തിനകത്തും അതുപോലെ തന്നെ ആദ്യത്തിൽ ഇപ്പം ഈ പ്രതി എന്ന് പറയുന്ന കക്ഷി തന്നെ ആരാ? ഇവരുടെ ബന്ധുക്കളാണല്ലോ. ഇവരൊക്കെ ഇപ്പോൾ ഇന്ന് ആക്രമിച്ച ആളാരാ? ബന്ധുക്കളാണ്. ഈ കുട്ടിയെ ആദ്യമായി കൊണ്ടുപോകുന്നത് ഈ പ്രതിയുടെ അച്ഛനാണ് എന്നുള്ളതാണല്ലോ നമ്മുടെ അറിവ്. അങ്ങനെ കൊണ്ടുപോകുന്നതും ഇതിൽ അവർ കൂട്ടായി ബന്ധുക്കൾ ഒരുമിച്ച് നടന്ന ഈ കേസിൽ, കാരണം ഇതൊരു ആത്മഹത്യയാണ് എന്നുള്ളൊരു തോന്നൽ അവർക്ക് തന്നെ ഉണ്ടാകുന്ന തരത്തിലേക്കും പിന്നീടാണ് പ്രതിയിലേക്ക് എത്തുന്നതും, അത് പോലീസിൻ്റെ ഒരു ഇടപെടലൊക്കെ ആണല്ലോ അതിനകത്തേക്ക് എത്തുന്നത്, പ്രതിയിലേക്ക് എത്തുന്നത്. പക്ഷെ അതിലെ അകത്ത് ദൗർഭാഗ്യവശാൽ എന്തൊക്കെയോ സംഭവിച്ച് പ്രതിക്ക് ശിക്ഷ കിട്ടുന്നതിലേക്ക് എത്തിയില്ല. ഭാഗമായിട്ടല്ല ശ്രീ വി വസീഫ്, അന്നത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുള്ളതാണ്. അന്നത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രതിയിലേക്ക് എത്തില്ലല്ലോ. പോസ്റ്റ്മോർട്ടത്തിൽ പ്രതി ആത്മഹത്യയല്ല എന്ന നിഗമനത്തിൽ വന്നത്. എന്താ പറയാ, പ്രതി ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നീട് അന്വേഷണത്തിലൂടെ ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വെളിപ്പെടുത്തലുണ്ടായത്, ആത്മഹത്യയല്ല എന്ന തീരുമാനമുണ്ടായത്. അവരൊന്നിച്ച് വന്ന് വാതിൽ തള്ളി തുറന്ന് ഈ കുട്ടിയെ പുറത്തെടുക്കുന്ന സാഹചര്യവും അവിടെ ഒരു ആത്മഹത്യയുടെ രീതിയിൽ തന്നെയാണ് ഇത് പൊതുവെ വ്യാഖ്യാനിക്കപ്പെട്ടതും എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതിൻ്റെ ശേഷം നടന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതിനുശേഷം വരുന്ന അന്വേഷണവും അന്വേഷണത്തിൻ്റെ ഭാഗമായി പ്രതിയിലേക്ക് എത്തുന്നതുമൊക്കെയാണ് നമ്മൾ കണ്ടത്. ആ സാഹചര്യത്തിൽ ഈ ഒരു അന്വേഷണ ഏജൻസിയെ അല്ലെങ്കിൽ അവരേതെങ്കിലും ഒരു പ്രത്യേക താല്പര്യത്തിന് കീഴടങ്ങി അല്ലെങ്കിൽ ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നും ചിന്തിക്കുന്നതും ശരിയല്ല. പിന്നെ ഇവിടെ UP-യും അതുപോലെ തന്നെ ബീഹാറും രാജസ്ഥാനും ഒക്കെയായി കേരളത്തെ ഉപമിക്കുന്നത് ഒട്ടും ശരിയല്ല. ഇവിടെ ഏത് കേസ് നടന്നാലും ആ കേസിന് FIR
FIR ഇടുന്നുണ്ട്, ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അത് കൺവിക്ഷൻ റേറ്റ് ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഉന്നാവോ കേസിലായാലും ദാദ്രി കേസിലായാലും ഒക്കെ സംഭവിച്ചത് എന്താ എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കാകെ അറിയാം. എങ്ങനെയാണ് ശിക്ഷയിലേക്ക് എത്തിയത് എന്നും ഈ ദാദ്രി കേസിൽ, ഹത്രാസിലെ കേസിൽ പെൺകുട്ടി തന്നെ പോയി മൊഴി കൊടുക്കുന്ന സാഹചര്യവും പിന്നീട് അവിടെ മാധ്യമ പ്രവർത്തകരെ പോലും കടത്തിവിടാത്ത സാഹചര്യവും എന്തൊക്കെ നടന്നു ഈ കേരളത്തിനകത്ത് ഉന്നാവയിലും കത്തുവയിലും അതുപോലെ തന്നെ ഇപ്പോൾ നടന്ന IIT-യിലെ കേസുകളും ഒക്കെ നമുക്കറിയാം. അവിടെയൊക്കെ ഒരു ഭരണകക്ഷിക്ക് വേണ്ടി നിലപാടുകൾ പറയും, അതിനുവേണ്ടി വാദങ്ങൾ നടത്തുകയും പ്രകടനങ്ങൾ നടത്തുകയും ചെയ്യുന്നവരായി അവിടുത്തെ ഭരണകക്ഷി നേതാക്കന്മാർ മാറിയത് നമ്മൾ കണ്ടതാ. ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇവിടെ ഒരു പ്രതിക്ക് വേണ്ടിയും ആരും നിലനിൽക്കുന്നില്ല. പ്രതികളെയെല്ലാം പിടിക്കണമെന്നുള്ള വാശിയോടുകൂടി തന്നെയാണ് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നിലനിൽക്കുന്നത്. അല്ലാതെ BJP നിലനിൽക്കുന്നത് പോലെ പ്രതിക്ക് വേണ്ടി വാദിക്കുകയും അതുപോലെ തന്നെ ഇരയുടെ ആക്രമിക്കുകയും ചെയ്യുന്ന ഇരയെയും സാക്ഷികളെയും ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു രീതി കേരളത്തിലില്ല എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. ഈ ശ്രീ വസീഫ്, ഈ താല്പര്യം എന്നൊന്നും ആരും പറഞ്ഞില്ല. കൃത്യവിലോപം എന്നുള്ളതാണ് കോടതിയും ചൂണ്ടിക്കാണിച്ചത്. അത് തന്നെയാണ് നമ്മളും മുന്നോട്ട് വെക്കുന്നത്, കോടതി വിധിയെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട്. ശ്രീ ജ്യോതികുമാർ ചമക്കാല, കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ട് എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെതിരെ നടപടി ഉണ്ടാകാത്തത് കോടതിക്ക് അതെന്തോ ദഹിച്ചില്ല എന്നൊരു ഭാഷ്യത്തിലാണ്. അത് മേൽക്കോടതിയിലേക്ക് എത്തുമ്പോൾ ശരിയാകുമെന്ന് ശ്രീ ശങ്കുട്ടിദാസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു നേരത്തെ. ഇതൊരു പുനരന്വേഷണമല്ല, അപ്പീൽ മാത്രമാണ്, വിധിയിലെ കാര്യങ്ങളാണ് പരിശോധിക്കുക. ഇനി ഒരു തുടരന്വേഷണം തന്നെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ആദ്യം കളക്ട് ചെയ്ത എവിഡൻസ് പോലും ഈ നീതിയിലേക്ക് എത്താൻ പര്യാപ്തമല്ലെങ്കിൽ ഇത്ര വർഷം കഴിഞ്ഞൊരു തുടരന്വേഷണം ഉണ്ടായാൽ പോലും ആ കുടുംബത്തിന് നീതി കിട്ടും എന്നതിൽ എന്ത് ഉറപ്പ്? മധു, അവിടെയാണ് പ്രശ്നം. ഉപരിക്കോടതിയിൽ പോയി നീതി തേടാം എന്ന വാദം തന്നെ അടിസ്ഥാനരഹിതമാണ്. നമുക്ക് ഇത്രയും ക്ലിയർ കട്ടായ കേസിൽ, ഇത്രയും ദാരുണമായ ഒരു സംഭവത്തിൽ ആ പ്രതിക്ക് എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ആ പ്രതിക്ക് വേണ്ടി വന്നാൽ തൂക്കുകയർ വരെ വാങ്ങി നൽകേണ്ട ഒരു കേസിൽ ആ പ്രതിയെ വെറുതെ വിടുന്നു എന്ന് പറയുമ്പോൾ അത് എത്ര ലാഘവത്തോടു കൂടിയാണ് സർക്കാരും പോലീസും അതുപോലെ തന്നെ ഈ പ്രോസിക്യൂഷനും ഈ കേസിനെ കൈകാര്യം ചെയ്തത് എന്നതാണ് അവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങൾ നടന്നിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി സമരം നടത്തിയിട്ടുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾ മകളെ മാപ്പുന്ന പരിപാടി നടത്തിയിട്ടുണ്ട്. ഇന്ന് ആയിരക്കണക്കിന് മഹിളകളെ പങ്കെടുപ്പിച്ചുള്ള പരിപാടി നടത്തിയിട്ടുണ്ട്. ഇന്നലെ ആ കുട്ടിയുടെ പിതാവിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് MP-യുടെ നേതൃത്വത്തിൽ തന്നെ സമര പരിപാടികൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ്. അതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞു വന്നത് ഈ കേസിനകത്ത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വീഴ്ചകളെ സംബന്ധിച്ചാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ചകളെ ഞാൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് അതൊന്നും കാര്യമില്ല, അല്ലെങ്കിൽ അതൊക്കെ പിന്നെ ഇതിൻ്റെ നടത്തിപ്പിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ്, അതിനൊന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, സർക്കാരിന് ഉത്തരവാദിത്വമില്ല എന്ന് അദ്ദേഹം പറഞ്ഞൊഴിയുകയാണ്. എനിക്കിവിടെ ഒരു 2 പാരഗ്രാഫ് വായിക്കാനുള്ള അവസരം മാധു തരണം. ആ പാരഗ്രാഫ് വായിക്കുന്നത് എന്തായാലും വസീഫ് തടസ്സപ്പെടുത്തില്ല. കാരണം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൻ്റെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ അദ്ദേഹം കാസർഗോഡ് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നവംബർ മാസം 19-ാം തീയതി അദ്ദേഹം കാസർഗോഡ് നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. നവകേരള സദസ്സ് കാസർഗോഡ് ഗസ്റ്റ് ഹൗസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിന്ന് 19/11/2023 അതിലെ കാതലായ വിഷയം ഞാൻ വായിക്കാം. ആലുവയിൽ അതിഥി തൊഴിലാളിയുടെ 5 വയസ്സുകാരിയായ മകളെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കുറ്റവാളിക്ക് നീതിപീഠം പരമാവധി ശിക്ഷ വിധിച്ചത് കഴിഞ്ഞ ദിവസമാണ്. മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ ഈ കുറ്റകൃത്യം ചെയ്ത പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പ്രോസിക്യൂഷനും പോലീസും അക്ഷീണമായ പ്രവർത്തനമാണ് നടത്തിയത്. ഇപ്പോൾ കമ്പയർ ചെയ്തോണം ഏതുമായിട്ടാണെന്ന്. അക്ഷീണമാണ് പ്രവർത്തനമാണ് നടത്തിയത്. കൊല്ലപ്പെട്ട 5 വയസ്സുകാരുടെ രക്ഷിതാക്കളുടെ സ്ഥാനത്ത് നിന്നാണ് സർക്കാർ സംവിധാനങ്ങൾ ഇടപെട്ടത്. പ്രതിക്ക് വധശിക്ഷയ്ക്കൊപ്പം 5 ജീവപര്യന്തവും വിവിധ വകുപ്പുകൾ പ്രകാരം 49 വർഷം കഠിന തടവും 7.2 ലക്ഷം രൂപ പിഴയുമാണ് കോടതി ശിക്ഷ വിധിച്ചത്. രാജ്യത്ത് തന്നെ സമീപകാല ചരിത്രത്തിൽ ഇത്രയും ശക്തവും പഴുതടച്ചതുമായ ശിക്ഷാവിധി ഉണ്ടായിട്ടില്ല എന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ആരാ പറയുന്നത്? നമ്മുടെ മുഖ്യമന്ത്രിയാണ്. ജൂലൈ മാസം 28-ാം തീയതി രാവിലെ 7:30-ക്കാണ് ആലുവ തായിക്കാട്ടുകര ഭാഗത്ത് നിന്ന് അതിഥിത്തൊഴിലാളിയുടെ മകളായ 5 വയസ്സുകാരെ കാണാനില്ലെന്ന പോലീസ് സ്റ്റേഷനിൽ വിവരം ലഭിക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെ എറണാകുളം റൂറൽ ജില്ലയിലെ മുഴുവൻ പോലീസ് സംവിധാനവും ഉടനടി ഉണർന്നു പ്രവർത്തിച്ചു. FIR രജിസ്റ്റർ ചെയ്ത് 25 മിനിറ്റിനകം തന്നെ പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞു. കുട്ടിയുമായി പ്രതി ഒരു KSRTC ബസ്സിലാണ് പോയെന്ന് വിവരം ലഭിച്ചപ്പോൾ ഉച്ചയ്ക്ക് ശേഷം സർവീസ് നടത്തിയ എല്ലാ KSRTC ബസ്സും പരിശോധിക്കാൻ ആരംഭിച്ചു. അന്ന് രാത്രി 9:50 ആയപ്പോൾ പ്രതിയെ ആലുവ തോട്ടക്കാട്ടുകര ഭാഗത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്തു. പിറ്റേന്ന് രാവിലെ പോലീസ് മാർക്കറ്റ് വേസ്റ്റ് ഡംപിംഗ് യാർഡിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തു. നിയമത്തിന്റെ ഒരു പഴുതും ഉപയോഗിച്ച് പ്രതി രക്ഷപ്പെടാൻ പാടില്ലെന്ന
നിർബന്ധത്തോടെ സർക്കാർ നടപടിയെടുത്തിരുന്നു. കേസിന്റെ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് ആലുവ റൂറൽ SP ഓഫീസിൽ ഒരു ഡാഷ്ബോർഡ് സംവിധാനം ഉണ്ടാക്കി ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിരുന്നു എന്ന് തുടങ്ങി അദ്ദേഹം അതിനെ സംബന്ധിച്ച് എത്ര തൊണ്ടി മുതലുണ്ടായിരുന്നു, എത്ര സാക്ഷികളുണ്ടായിരുന്നു, എങ്ങനെയാണ് നടത്തിയത്, 100 ദിവസം കൊണ്ട് റെക്കോർഡ് വേഗത്തിൽ വിചാരണയും പൂർത്തീകരിച്ച് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി എന്നതുൾപ്പെടെയുള്ള വിശദമായ പത്രസമ്മേളനമാണ് കാസർഗോഡ് ഗസ്റ്റ് ഹൗസിൽ വെച്ച് നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി നടത്തിയത്. മുഖ്യമന്ത്രി അത് നടത്തിയതിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ആ കേസിൽ പ്രതിയെ പിടിക്കപ്പെട്ടു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഞങ്ങൾ പ്രതിഷേധിക്കാമെന്നല്ലോ. അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ അവിടെ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഏറ്റെടുത്ത മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും, അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഏറ്റെടുത്ത മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ 15 മിനിറ്റ് 20 മിനിറ്റോളം അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് മാത്രമാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. അവിടെ പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രി, അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഏറ്റെടുക്കുന്ന മുഖ്യമന്ത്രിയും വസീഫും എന്തുകൊണ്ട് ഈ വണ്ടിപ്പെരിയാറിലെ കേസിലെ വീഴ്ചകളെ നിങ്ങൾ ഏറ്റെടുക്കുന്നില്ല? അതാണ് ഞങ്ങളുടെ ചോദ്യം. അപ്പോൾ നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തിരിക്കുന്നു, അത് ഞങ്ങളുടെ സർക്കാരിൻ്റെ ആർജവമുള്ള നടപടിയാണ് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ആ വീഴ്ചയും നിങ്ങൾ ഏറ്റെടുക്കണമെന്നേ. ആ വീഴ്ചയും നിങ്ങളുടെ വീഴ്ചയാണെന്നേ. അതിന് വേറെ ആ വീഴ്ചകളെല്ലാം പ്രതിപക്ഷത്തിൻ്റെയും ശിക്ഷിക്കപ്പെടുന്ന കേസുകളുടെ മെറിറ്റെല്ലാം ക്രെഡിറ്റ് എല്ലാം ഞങ്ങൾക്കും എന്നാണോ മുഖ്യമന്ത്രി പറയേണ്ടത്? അവിടെയാണ് അടിസ്ഥാനപരമായ പ്രശ്നം. ആ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല? ഇതുമായി ബന്ധപ്പെട്ട് എന്താ മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടുള്ളത്? ആ കുട്ടിയുടെ രക്ഷകർത്താക്കൾ പോയപ്പോൾ എന്താ പ്രതികരിച്ചിട്ടുള്ളത്? നോക്കാൻ വരട്ടെ, കാണട്ടെ എന്നല്ലേ? എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയം എന്ത്? ഇപ്പോൾ ഏറ്റവും അവസാനം ആ കുട്ടിയുടെ പിതാവിനെ ആക്രമിച്ചവർ എങ്ങോട്ടാണ് ഓടിക്കയറിയത്? പാർട്ടി ഓഫീസിലേക്കല്ലേ? എന്താ ഇവർക്ക് ഈ പാർട്ടിയുമായിട്ടുള്ള ബന്ധം? എന്തിനാണ് ഇത്തരത്തിലുള്ള ക്രിമിനലുകളല്ല, നരഭോജികൾ മാത്രമല്ല, പിഞ്ചു കുഞ്ചിൻ്റെ പോലും മനുഷ്യ ശരീരത്തെ ഇത്തരത്തിൽ ആക്രമിക്കുന്ന ഈ ക്രിമിനലുകളെ എന്തിനാണ് ഈ പാർട്ടി പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഈ സർക്കാർ പ്രൊട്ടക്ട് ചെയ്യുന്നത്? മറുപടി പറയണ്ടേ? കേരളത്തിന് അറിയണ്ടേ? അത് പറയാനുള്ള ആർജവം ഉണ്ടാകട്ടെ മുഖ്യമന്ത്രിക്ക്. അല്ലെങ്കിൽ പ്രതികൾക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന കുടുംബത്തിനും നീതി ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണ്ടേ? ഇത് ഞങ്ങൾ ചോദിക്കുമ്പോൾ പിന്നെ താങ്കൾ പറഞ്ഞു രാധയുടെ കൊലപാതകത്തെ കുറിച്ചൊക്കെ. എന്തായാലും 51 വെട്ടി മാഷാ അല്ലാഹ് എന്ന സ്റ്റിക്കർ ഒന്നും ഒട്ടിച്ച് ആരും പോയിട്ടില്ല. ഷുഹൈബിനെ കൊന്നതിനെ കുറിച്ച് ഞാൻ പറയണോ? എങ്ങനെയാ? പൈശാചികമായിട്ടല്ലേ കൊന്നത്? രാഷ്ട്രീയപരമായ കാര്യങ്ങളല്ല ഇവിടെ പറയുന്നത്. കൊലപാതകത്തെയും ടിപിയുടെ കൊലപാതകത്തെയും അങ്ങനെ താരതമ്യം ചെയ്യുന്നുണ്ടെന്നാണോ? ഒരു കൊലപാതകത്തിനും താരതമ്യമില്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞതിന്റെ അന്തസത്ത താങ്കൾ ഉൾക്കൊള്ളണം. ഞാൻ എന്താ പറഞ്ഞത്? ഇവിടെ രാഷ്ട്രീയമായി നടന്നിട്ടുള്ള ആക്രമണങ്ങളെ സംബന്ധിച്ച് അതിനകത്ത് പ്രതിസ്ഥാനത്ത് വന്നിട്ടുള്ളത് ഈ പറയുന്നത് പോലെ CPM നേതാക്കളാണ്. അത് രാഷ്ട്രീയമായ കൊലപാതകങ്ങളായിരുന്നു. അത് ചർച്ച ചെയ്യാനാണെങ്കിൽ അത് ചർച്ച ചെയ്യാം. അതല്ലാതെ ഞാൻ സംസാരിക്കട്ടെ. വസീഫ് എന്തിനാ അസ്വസ്ഥനാകുന്നത്? അതിനപ്പുറത്തേക്ക് എവിടെയെങ്കിലും അവർക്ക് നീതി അല്ല. അവിടെ നിങ്ങൾ ഞാൻ സംസാരിക്കട്ടെ. താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ ലക്ഷണം ഇല്ലല്ലോ. ആ നിലമ്പൂർ രാധയുടെ കേസിനെ സംബന്ധിച്ചാലും നിങ്ങൾ പ്രതികളെ ശിക്ഷിക്കുന്നേ. നിങ്ങൾ കേരളത്തിലാകെ പ്രതിഷേധവും പ്രതികരണവും ഉണ്ടാക്കിയോ? ഞാൻ ചോദിക്കുന്നത്, ആര് കൊല്ലപ്പെട്ടാലും പ്രതികരിക്കണ്ടേ? എന്റെ വസീഫെ ഇവിടെ സംസാരിക്കുന്നതേ അല്ലല്ല. താങ്കളുടെ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു വസീഫെ. ഇത്തരത്തിലുള്ള മുടന്ത ന്യായങ്ങളുമായിട്ട് വരരുത്. വീണ്ടും ആവർത്തിക്കാൻ ഞാൻ വീണ്ടും താങ്കളെ ഓർപ്പിക്കുന്നു. താങ്കൾ ഇനി സംസാരിക്കില്ല. താങ്കൾ ഇനി ഈ ചർച്ചയിൽ സംസാരിക്കില്ല. താങ്കൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഈ ചർച്ചയിൽ ഇനി താങ്കൾ സംസാരിക്കില്ല. അതെ ഈ ചർച്ചയിൽ ഇനി താങ്കൾ സംസാരിക്കണം. ഞാനിവിടെ വിചാരിക്കും താങ്കൾ ഇനി ഈ ചർച്ചയിൽ സംസാരിക്കണം. ഞാനിവിടെ വിചാരിക്കും ഞാൻ ഒരു കാരണവശാലും വസീഫെ ഈ ചർച്ചയിൽ സംസാരിക്കാൻ അനുവദിക്കില്ല. അതുകൊണ്ട് അങ്ങയുടെ ഘട്ടത്തിൽ അങ്ങയിലേക്ക് വരുമ്പോൾ മറുപടി പറയണം. ഒരു കാരണവശാലും സംസാരിക്കില്ല. ഒരു കാരണവശാലും വസീഫെ താങ്കൾ ഈ ചർച്ചയിൽ ഇനി തുടർന്ന് സംസാരിക്കാൻ ഞാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് മര്യാദക്കാണെങ്കിൽ മര്യാദയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. താങ്കൾക്ക് പറയാനുള്ളത് താങ്കളുടെ കൂട്ടത്തിൽ ഞാൻ പറയാം. ഒരു ഘട്ടത്തിൽ പോലും ഞാൻ താങ്കൾക്ക് ഉത്തരം മുട്ടുമ്പോ താങ്കൾക്ക് സർക്കാരിനെ കുറ്റപ്പെടുത്തും. താങ്കൾ എന്തിനാ അസ്വസ്ഥനാകുന്നേ? ഞാൻ ഉന്നയിക്കുമ്പോ താങ്കൾക്ക് പൊള്ളും. സ്വാഭാവികമാണ്. പിണറായിക്കെതിരെ ഞാൻ സംസാരിക്കുന്നത്, ഈ സർക്കാരിനെതിരെ ഞാൻ സംസാരിക്കുന്നത്, ഈ ആഭ്യന്തരവകുപ്പിനെതിരെ ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ താങ്കൾക്ക് പൊള്ളും. ഞാൻ മണ്ഡല സെക്രട്ടറിയും മണ്ഡല പ്രസിഡന്റും മാറ്റിവെക്ക്. മണ്ഡല പ്രസിഡന്റും മണ്ഡല സെക്രട്ടറിയെ താങ്കൾ മാറ്റിവെക്ക്. ഞാൻ താങ്കൾ അവസരം സംസാരിക്കൂ. താങ്കൾ ഞാൻ ചോദിച്ചല്ലോ മാഷാ അല്ലാഹ് എന്ന സ്റ്റിക്കർ
അല്ലല്ല, നിങ്ങൾ ഇത് രണ്ടാം ഘട്ടത്തിൽ ഇങ്ങനെ തന്നെ ചെയ്യരുത്. രണ്ടാം ഘട്ടത്തിൽ ഇങ്ങനെ തന്നെ ചെയ്യരുത്. നമ്മൾ ഒരു വിഷയത്തിലല്ലേ ചർച്ച നടത്തുന്നത്. നമ്മൾ ഒരു വിഷയത്തിൽ തലക്കെട്ടിന്റെ അടിയിലല്ലേ ചർച്ച നടത്തുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടത്തി വെല്ലുവിളി നടത്തി മുന്നോട്ട് പോകാൻ പറ്റുമോ? നിങ്ങൾ രണ്ടുപേരും പറയുന്നത് എനിക്കോ പ്രേക്ഷകർക്കോ കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ രാഷ്ട്രീയത്തിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല കേട്ടോ. എനിക്കോ പ്രേക്ഷകർക്കോ നിങ്ങൾ പറയുന്നത് ഒരു വാക്കുപോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ചർച്ച കൊണ്ട് കാര്യമില്ലെന്നേ. അല്ലല്ല, ചെയ്യരുത്, ഇത് ചെയ്യരുത്. രണ്ടാമത്തെ ഘട്ടത്തിലും അങ്ങനെ തന്നെ പോവുകയാണ്. ഇത് വെല്ലുവിളിക്കാനുള്ള വേദിയല്ല. ശ്രീ ശങ്കുട്ടിദാസ്, അങ്ങ് നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, പോലീസുകാരുടെ ഭാഗത്തുനിന്ന്, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് കൃത്യവിലോപം ഉണ്ടായെന്ന് കോടതി പറഞ്ഞിട്ട് എന്ത് നടപടിയെടുത്തു എന്നുള്ളതാണ്. അങ്ങനെ നടപടിയെടുക്കേണ്ട വീഴ്ച ഉണ്ടായിട്ടില്ല എന്നൊരു തിരിച്ചറിവ് ഒരു സിസ്റ്റത്തിന് വരണമെങ്കിലും അതിലൊരു ആഭ്യന്തര അന്വേഷണം ഉണ്ടാകണം. അതും നമ്മൾ കേട്ടിട്ടില്ല. കോടതിക്ക് ഇത് ദഹിക്കാൻ കഴിയാത്ത എന്തോ ഒരു പ്രശ്നമുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ കാഴ്ചവെച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ വിധി പറയുമ്പോൾ കോടതിക്ക് എന്തോ പ്രശ്നമുണ്ടായി എന്നൊരു സമീപനമാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ കോടതി ഏതാണ്? ശ്രീ ശങ്കുട്ടിദാസ്, പോക്സോ കേസുകൾക്ക് അതിവേഗ വിചാരണ ഉണ്ടാകണം, നീതി എത്രയും പെട്ടെന്ന് ലഭ്യമാകണം എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട കോടതികളാണ്. അതിന്റെ എണ്ണത്തിലുണ്ടായ വർധന നേരത്തെ ശ്രീ വി വസീഫ് വലിയ ആത്മവിശ്വാസത്തോടെയും അഭിമാനത്തോടെയും പറയുന്നുണ്ടായിരുന്നു. ആ കോടതിയിൽ നിന്ന് കിട്ടാത്ത നീതി ഏത് കോടതിയിൽ നിന്നാണ് കിട്ടേണ്ടത്? നോക്കൂ, അത് കോടതിയുടെ പെശകുകൊണ്ടോ നിയമത്തിന്റെ പെശകുകൊണ്ടോ അല്ല, അന്വേഷണത്തിന്റെ പെശകുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യം ഞാൻ പറയാം. ഇപ്പോൾ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടില്ല, ആ കുട്ടിയുടെ കുടുംബത്തിന് കിട്ടേണ്ട ഒരു സ്വാഭാവിക നീതി ഉണ്ടല്ലോ. SC/ST വിഭാഗത്തിൽ പെടുന്ന കുട്ടിയാണ്. SC/ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരം സെക്ഷൻ 325 പ്രകാരം അങ്ങനെ ഒരു കുട്ടിക്കെതിരെ ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ അവിടെ കോമ്പൻസേഷനുള്ള അർഹതയുണ്ടല്ലോ. ഇവിടെ ആ വകുപ്പ് ചുമത്താത്തത് കൊണ്ട്, SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ ചുമത്താത്തത് കൊണ്ട് സർക്കാരിൽ നിന്ന് ന്യായമായി കിട്ടേണ്ട നഷ്ടപരിഹാരം പോലും ഈ ഇരയുടെ കുടുംബത്തിന് കിട്ടാതെ വന്നു. ഇത് ഏത് കോടതിയുടെ കുഴപ്പം കൊണ്ടാണ്? ഇത് ഏത് നിയമത്തിന്റെ കുഴപ്പം? ഹൈക്കോടതി കയറിയതാണ് ആ കാര്യം. ഞാൻ പറയുന്നത് ഈ കോടതിയുടെ വിധിയിൽ വളരെ കൃത്യമായി കോടതി പറയുന്നുണ്ട് ലാക്യൂണാസ് ഇൻ ഇൻവെസ്റ്റിഗേഷൻ എന്തൊക്കെയാണ് അന്വേഷണത്തിലെ പിഴവുകൾ. 4 പേജുകളിലായി 8 പോയിന്റുകളായി കോടതി ആദ്യം മുതൽ അവസാനം വരെ തെളിവ് ശേഖരിച്ചതിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ കുറ്റകൃത്യം നടന്ന സ്ഥലം സന്ദർശിച്ച സമയം, അവിടെ നിന്ന് തെളിവ് ശേഖരിച്ച സമയം, ഈ ശേഖരിച്ച തെളിവ് സൂക്ഷിച്ച രീതി, അൺസീൽഡ് ആയിട്ടുള്ള കവറുകളിൽ എല്ലാ തെളിവുകളും കൂടി ഒരുമിച്ച് സൂക്ഷിച്ചിട്ടുള്ള രീതി, അതേപോലെ തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങൾ പരിശോധിക്കുന്നതിൽ വരുത്തിയിട്ടുള്ള പിഴവ്, ഇങ്ങനെയുള്ള 100 കണക്കിന് പിഴവുകൾ വരുത്തിയിട്ടുള്ള ഒരു അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് കോടതിക്ക് ശിക്ഷിക്കാൻ സാധിക്കുക? കാരണം നമ്മുടെ നിയമവ്യവഹാരത്തിന്റെ രീതി എന്ന് പറയുന്നത് ഒരാളെ എങ്ങനെയും ശിക്ഷിക്കുക എന്നുള്ളതല്ല, ഒരാളെ എങ്ങനെ ഒഴിവാക്കാമെന്ന് ആലോചിക്കുന്നതാണ്. എന്താ പറയുക, കുറ്റകൃത്യം സംശയാതീതമായി തെളിയിക്കപ്പെട്ടാൽ മാത്രമേ ഒരാളെ ശിക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെ ബിയോണ്ട് ഡൗട്ട് അയാളുടെ ഗിൽട്ട് പ്രൂവ് ചെയ്യണം എന്നുള്ളതാണ്. അവിടെ പ്രതിക്ക് വളരെ സൗകര്യപ്രദമായിട്ടുള്ളൊരു വ്യവസ്ഥയാണത്. കാരണം പ്രതിക്ക് ഒന്നും തെളിയിക്കേണ്ട ആവശ്യമില്ല. അയാൾ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്ന് സംശയത്തിന് അതീതമായി തെളിയിക്കേണ്ടത് പ്രോസിക്യൂഷന്റെ ബാധ്യതയാണ്. കാരണം നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വം പറയുന്നത് 100 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതാണ്. അപ്പോൾ നിരപരാധിത്വത്തിന്റെ പ്രസംഷൻ വെച്ചുകൊണ്ട്, പ്രസംഷൻ ഓഫ് ഇന്നസെൻസ് വെച്ചുകൊണ്ട് അയാൾക്കെതിരെയുള്ള കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷനോട് ആവശ്യപ്പെടുന്ന ഒരു വ്യവസ്ഥയാണ് നമ്മുടേതുള്ളത്. അവിടെ പ്രോസിക്യൂഷൻ ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെ വന്നു കഴിഞ്ഞാൽ ഇരയ്ക്ക് വേണ്ടി സമൂഹത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ ഇരയ്ക്ക് നീതി മേടിച്ചു കൊടുക്കേണ്ട ബാധ്യത തങ്ങളുടേതാണ് എന്ന ഉത്തരവാദിത്വത്തോടു കൂടി, സ്വന്തം വീട്ടിലെ ഒരു കുട്ടിക്കാണ് അത് സംഭവിച്ചത് എന്ന കാഴ്ചപ്പാടോടുകൂടി, നീതിയുടെ പോരാളിയാണ് താനെന്ന ബോധ്യത്തോടു കൂടി പ്രോസിക്യൂഷൻ ആ കേസ് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ പ്രതികൾക്ക് ഇറങ്ങി പോകേണ്ടി വരും. ഇത് ഒരു വട്ടമല്ലല്ലോ, വാളയാർ കേസിൽ 4 പ്രതികൾ. അതായത് ഇതിന് പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത്, ആദ്യം ഇതൊരു ഒരു ഷാൾ കഴുത്തിൽ കുഴുങ്ങിയുള്ള മരണം എന്ന രീതിക്കാണല്ലോ കണക്കാക്കിയത്, പിന്നീടല്ലേ തെളിഞ്ഞത് എന്നുള്ളതാണ്. പക്ഷെ കോടതി കൃത്യമായി പറയുന്നുണ്ട്, ഹാങ്ങിങ് ആണ് എങ്കിൽ പോലും സ്വീകരിക്കേണ്ട ചില മുൻകരുതലുകൾ അതുണ്ടായില്ല എന്ന് പറയുന്നുണ്ട്. ഈ തെളിവുകൾ ശേഖരിച്ച് അത് സീൽഡ് കവറിലല്ല എന്ന് കോടതിക്ക് മുൻപാകെ ഹാജരാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഇനി ഏത് അന്വേഷണം വന്നാലാണ് അല്ലാതെ സീൽഡ് കവറിലായിരുന്നു എന്ന് തെളിയിക്കപ്പെടേണ്ടത്. അപ്പോൾ അവിടെ ഒരു കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ട്.
അവിടെ ഈ കാര്യങ്ങളിൽ ഗൗരവതരമായ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നതൊരു സിസ്റ്റത്തിന് മനസ്സിലാക്കാൻ ഇനി എന്ത് അന്വേഷണമാണ് വേണ്ടത്? അങ്ങനെയെങ്കിൽ ആ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ ഇനി ഏത് റിപ്പോർട്ടാണ് വേണ്ടത്? ഇല്ല, എന്തിനാണ് ഇനി ഒരു റിപ്പോർട്ട്, ഇനി എന്തിനാണ് ഒരു അന്വേഷണം? കോടതിയുടെ വിധിയില്ലേ, ബഹുമാനപ്പെട്ട കോടതി അതിന്റെ വിധിയിൽ കൃത്യമായി പറയുന്നു ഇവിടെ അന്വേഷണത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഈ പറയുന്ന 8 പോയിന്റുകളിൽ ആദ്യത്തെ പോയിന്റ് ഹാങ്ങിങ് ബൈ ഡെത്ത് ബൈ ഹാങ്ങിങ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ബ്ലഡിന്റെയും യൂറിന്റെയും ഫീക്കൽ മാറ്ററിന്റെയും ഒക്കെ ട്രേസസ് ഉണ്ടാവും. അത് ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ആ സീൻ മഹസറിൽ എഴുതിയിട്ടില്ല. അപ്പൊ ഇനി തൂങ്ങി മരിച്ചതാണെങ്കിൽ പോലും എടുക്കേണ്ട ന്യായമായിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞു, അപ്പീലിൽ നമുക്ക് റീട്രയൽ നടത്താൻ കഴിയില്ല. ആദ്യം തൊട്ട് വിചാരണ നടത്താൻ സാധിക്കില്ല. ഫ്രഷ് ആയിട്ട് എവിഡൻസ് അഡ്യൂസ് ചെയ്യിക്കാൻ സാധിക്കില്ല. ഈ വിചാരണയുടെ ശേഷം നടത്തിയിട്ടുള്ള വിധി പ്രസ്താവത്തിൽ എന്തെങ്കിലും പിഴവുണ്ടോ എന്ന് മാത്രമേ പരിശോധിക്കാൻ സാധിക്കുള്ളൂ. ഇനി ആദ്യം തൊട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ഇവരുടെ കുറ്റം തെളിയിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമാണ്. ഈ കേസിലൊക്കെ ആദ്യത്തെ മണിക്കൂറുകൾ എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. എവിഡൻസ് ഗ്യാതറിംഗിൽ ആദ്യത്തെ 24 മണിക്കൂറാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ആ 24 മണിക്കൂറിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ അങ്ങോട്ട് പോയിട്ടേ ഇല്ല എന്നുള്ളതാണ്. അടുത്ത ദിവസത്തെ ഉച്ചയ്ക്കാണ് അദ്ദേഹം സ്ഥലം പരിശോധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നിട്ട് എന്തുകൊണ്ട് നടപടി ഉണ്ടാവുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പോലീസിന്റെ മനോവീര്യത്തിനാണ് സാധാരണക്കാരന്റെ നീതിയേക്കാൾ വലിയ പ്രാമുഖ്യം കൊടുക്കുന്നത് എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആവർത്തിച്ച് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടും പോലീസിനെതിരെ ഒരു ചെറുവിരൽ പോലും ഇറങ്ങാത്തത്. ഞാൻ ചോദിക്കുന്നത്, വാളയാർ കേസിൽ ഇങ്ങനെ ഒരു ശക്തമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ വണ്ടിപ്പെരിയാറിൽ ഇത് സംഭവിക്കുമായിരുന്നോ? ഇത് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. എന്നിട്ടും ഇവർക്കെതിരെ യാതൊരു നടപടി ഉണ്ടാവുന്നില്ലെന്ന് മാത്രമല്ല കോടതിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ ചില ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസ് അവർക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തെങ്കിലും നമ്മുടെ കോടതിയുടെ എന്തോ പെശക് കൊണ്ട്, കോടതിക്ക് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ആളുകളെ ശിക്ഷിക്കാൻ വേണ്ടത്ര മനസ്സില്ലാത്തത് കൊണ്ട് ഏതോ അഭിഭാഷകന്റെ ഏതോ പത്രത്തിലെ ലേഖനമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പറയാണ് കോടതിയുടെ ഭാഗത്തുള്ള എന്തോ പെശക് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന്. കോടതി നിസ്സഹായരായി പോയി എന്ന് കോടതി തന്നെ അതിന്റെ വിധിയിൽ പറയുന്നുണ്ട്. വി ബിക്കം ഹെൽപ്ലെസ് എന്ന് കോടതി പറയുന്നുണ്ട്. കാരണം അന്വേഷിച്ച് ആ കുറ്റം തെളിയിക്കേണ്ട, തെളിവുകൾ കൊണ്ടുവരേണ്ട, പ്രതിയുടെ കുറ്റകൃത്യം സംശയാതീതമായി തെളിയിക്കേണ്ട ബാധ്യതയുള്ള പ്രോസിക്യൂഷൻ അതിന്റെ കടമ മറന്നുകൊണ്ട് പ്രതികൾക്ക് നിർലോഭം പുറത്തിറങ്ങി നടക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ കോടതിക്ക് പിന്നെ എന്താണ് ചെയ്യാൻ സാധിക്കുക? അപ്പൊ ഇവിടെ ഗവൺമെന്റ് പ്രോസിക്യൂഷന്റെ വീഴ്ചയിൽ മാത്രമല്ല ആ വീഴ്ചയ്ക്ക് മേലെ നടപടി ഉണ്ടായിട്ടില്ല. ഏറ്റവും പരമപ്രധാനമായ ആരോപണം ഈ രണ്ടാമത്തെ സംഭവത്തിൽ എന്ന് പറയുന്നത് പാലാ ജോഡി കയറിയത് CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെയുണ്ടാകുക? തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷനുണ്ട്. ഇനി ആ കുറ്റകൃത്യം ചെയ്തു പോയ അവസ്ഥയെപ്പറ്റി ആലോചിച്ചാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറാം, അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും ഒളിച്ച് പോകാനാണ് ഒരു മനസ്ഥിതിയെങ്കിൽ അങ്ങനെ പോകാം. എന്താണ് ഈ ആരോപണത്തിന്റെ അടിസ്ഥാനം? അങ്ങനെ പ്രതിക്ക് സംരക്ഷണം ഒരുക്കുന്ന എന്തെങ്കിലും സംവിധാനം അവിടെ ഉണ്ടോ? അത് ശുദ്ധ നുണയാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ CPM-ന്റെ ഓഫീസിലേക്ക് ഓടിക്കയറിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം അദ്ദേഹത്തെ അതിനെ സംബന്ധിച്ച് വ്യക്തമായ തെളിവുകളുണ്ട്. അതിനെ സംബന്ധിച്ച് മാതൃഭൂമി ചാനലിലൂടെ വാർത്തകൾ കൊടുത്തിട്ടുണ്ട്, മുഴുവൻ മാധ്യമങ്ങളും വാർത്ത കൊടുത്തിട്ടുണ്ട്. അവിടെ ആ പ്രതി ഓടി കയറിയിട്ടുള്ളത് CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. അവിടെ ആ പ്രതിയെ സംരക്ഷിക്കുന്നത് പാർട്ടിയാണ് എന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. ആ പ്രതിയെ മാത്രമല്ല, ഇപ്പോഴത്തെ പ്രതിയെ മാത്രമല്ല, നേരത്തെ ഈ ക്രൂരമായ കൃത്യം നടത്തിയ പ്രതിയെ പോലും സംരക്ഷിക്കുന്നത് പാർട്ടിയും സർക്കാരുമാണ് എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ഈ രീതിയിൽ CPM-ആണ്, പാർട്ടിയാണ്, സർക്കാരാണ് ഈ രണ്ട് പ്രതികളെയും, ഇല്ലായ്മ ചെയ്ത പ്രതിയെയും അതുപോലെ തന്നെ ഇപ്പോഴുള്ള ഈ പ്രതിയെയും, ഇപ്പോൾ ഈ പിതാവിനെ ആക്രമിച്ച പ്രതിയെയും കൈകാര്യം ചെയ്യുന്നത് ഈ കുട്ടി തന്നെയാണ്, ഈ പാർട്ടി തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. അപ്പോ ഇതിനെക്കുറിച്ച് കൃത്യമായ മറുപടി പറയേണ്ട ബാധ്യത CPM-നുണ്ട്. അപ്പോൾ താങ്കൾ മനസ്സിലാക്കണം വസീഫെ, ഇത്തരത്തിൽ ചർച്ചയിൽ മര്യാദ കാണിച്ചില്ലെങ്കിൽ മര്യാദ തിരിച്ചും കിട്ടില്ല എന്ന കാര്യം താങ്കൾ പഠിക്കണം. മര്യാദ ഇങ്ങോട്ട് കാണിച്ചില്ലെങ്കിൽ തിരിച്ചും മര്യാദ കിട്ടില്ല എന്നുള്ള കാര്യം വസീഫ് ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇടപെട്ടത്. ഇനിയും ഇതാണ് പ്രവൃത്തിയെങ്കിൽ നിർബന്ധം ഉണ്ടാകും. നിങ്ങളെ സംബന്ധിച്ച് കുറവാണെന്നും പറയേണ്ട. കൊട്ടേഷൻ കൊടുക്കുന്ന പാർട്ടി, കൊട്ടേഷൻ നേതാക്കന്മാരുടെ പാർട്ടി ഞങ്ങളെ ഒന്നും ബോധ്യപ്പെടുത്താൻ വരേണ്ട വസീഫെ. ഇവിടെ ചോദിച്ചല്ലോ, നേതാവായിരുന്നു കൊലപ്പെടുത്തിയത് ഈ മാന്യൻ. കണ്ടില്ല ഇപ്പൊ ഇത് മുന്നോട്ട് വെച്ചാൽ എന്നെ ശല്യപ്പെടുത്തിയാൽ ഞാൻ താങ്കളോട് പറഞ്ഞിട്ടുണ്ട്. താങ്കളെ സംബന്ധിച്ച് നിങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ഈ കേസിനകത്ത് നിങ്ങൾ പ്രതിസ്ഥാനത്താണ് എന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. നിങ്ങളെ സംബന്ധിച്ച് മറുപടി പറഞ്ഞേ മതിയാവൂ. കുഞ്ഞുങ്ങളുണ്ട്. ഒരു കുഞ്ഞിന് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ നീതിരാഹിത്യം, അത് ഒരു വലിയ വേദനയാണ് കേരളത്തിൽ. അതിന് പിന്നാലെ അതിന്റെ കുടുംബം വേട്ടയാടപ്പെടുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന സാഹചര്യമാണ്. അതിനിടയിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉണ്ടാകുന്നു, പ്രതിപക്ഷമാണ്, സ്വാഭാവികമായും പ്രതിഷേധം ഉണ്ടാകും.
അതിനിടയിൽ ഉയരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുക എന്നതൊരു സംവിധാനത്തിന്റെ ഉത്തരവാദിത്തം കൂടിയാണ്. എന്തായാലും ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത സംവിധാനത്തിനുണ്ടാകട്ടെ. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.